അപ്പച്ചി പറയ്, അമ്മ എന്ത് ചെയ്തെന്നാ? ഞാൻ വെപ്രാളപ്പെട്ട് ഒന്നുകൂടി ഉറക്കെ ചോദിച്ചു. ഫോൺ കട്ടായി. ഞാൻ 2-3 തവണ അങ്ങോട്ട് വിളിച്ചു. മൊബൈൽ സ്വിച്ച് ഓഫാണ്. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു കാണുമെന്ന ഭീതി. ഇനി എനിക്കൊന്നും ആലോചിച്ച് കൂട്ടാൻ വയ്യ. എൻ്റെ ശബ്ദം കേട്ട് കണ്ണൻ ഓടി വന്നു. ജയദേവൻ വന്നു. വീർത്ത് കുളിച്ച് ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ, ശാന്തമ്മ. ശാന്തമ്മ? അറിയില്ല. ശാന്തമ്മ എന്തോ ചെയ്തു. എന്തു ചെയ്തു? അറിയില്ല. അമ്മയാരെ വിളിച്ചേ? അപ്പച്ചി. ഞാനാകെ തകർന്നു പോയി. കണ്ണൻ എനിക്ക് വെള്ളം തന്നു. എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ലെങ്കിലും അവരെൻ്റെ അമ്മയാണെന്ന ബോധമാണ് എത്ര അടുക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ അച്ഛൻ്റെ ഭാര്യയോടും കുടുംബത്തോടും നേരിയ അകലം പാലിക്കുന്നത്. എനിക്ക് ആരുമില്ലെന്ന് അവർക്ക് തോന്നിക്കാണുമോ? ഞാനും അവിടെ പോയതറിഞ്ഞ് അവരുടെ കൂടെ ചേർന്നു എന്നോർത്ത് വല്ലതും ചെയ്തു കാണുമോ? എൻ്റെ മനസ്സ് കലങ്ങി മറിയുകയാണ്. കണ്ണൻ എന്നെ ചേർത്ത് പിടിച്ചു. ഒന്നും സംഭവിക്കില്ല അമ്മേ, പേടിക്കേണ്ട. അവൻ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛൻ്റെ മരണത്തിൽ പുറത്തു വരാത്ത കണ്ണുനീർ നിറഞ്ഞൊഴുകി. കണ്ണാ, എനിക്ക് ആരുമില്ലാതാവുമോ? എന്തൊക്കെ പറഞ്ഞാലും എന്നെ പെറ്റതല്ലേ? ഞാൻ ഉറക്കെ കരഞ്ഞു. മരുന്ന് കഴിച്ചു ഉറങ്ങിയ അമ്മയെ ഉണർത്താതെ ഞങ്ങൾ ശാന്തമ്മയുടെ വീട്ടിലേക്ക് പോയി. രാത്രി 10 മണി കഴിഞ്ഞിട്ടും റോഡിൽ ഒരുപാട് തിരക്ക്. കാറിലിരുന്ന് കണ്ണൻ അപ്പച്ചിയെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഞാനാകെ മരിച്ച അവസ്ഥയിലാണ്. ആ വീട്ടിൽ ശാന്തമ്മയുടെ ശരീരത്തിൽ ഒരു വെള്ളമുണ്ട് കാണാൻ എനിക്ക് വയ്യ. എന്തു തന്നെയാണെങ്കിലും വേറൊരു ജീവിതത്തിലേക്ക് പോവാതെ എൻ്റെ കൂടെയിരുന്നു അമ്മ. ഞാൻ അവ്യക്തമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. നദിക്ക് എപ്പോഴും ദുരിതങ്ങൾ മാത്രമേ ഉള്ളല്ലോ. അച്ഛൻ മരിച്ച് കുറച്ച് ദിവസത്തിനകം അമ്മയെയും നഷ്ടപ്പെടേണ്ടി വരുമോ എന്ന പേടി. റോഡ് നീളുന്നു. പച്ചയും ചുവപ്പും മാറി മാറി ഞങ്ങളെ ആക്രമിക്കുന്നു. ഇടവഴികൾ കടന്ന് വീട്ടിലെത്തുമ്പോൾ മുന്നിൽ ആൾക്കൂട്ടമാണ്. എൻ്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ എന്നെ നോക്കി പലരും സഹതപിച്ചു. വീടിനകത്ത് കയറാൻ ഞാൻ മടിച്ചു. ഉള്ളിൽ അപ്പച്ചിയുടെ ഒരു കരച്ചിൽ കേൾക്കാം. കണ്ണൻ അകത്തേക്ക് ഓടിക്കയറി. ഞാൻ അകത്ത് ചെന്നു. അപ്പച്ചിയും കണ്ണനും ദേഷ്യം കൊണ്ട് മുഖം ചുവന്ന് ശാന്തമ്മയെ നോക്കുന്നു. അവർ വടി പോലെ നിൽപ്പുണ്ട്. ഞാൻ അപ്പച്ചിയെ കുലുക്കി ചോദിച്ചു, അപ്പച്ചി, അമ്മ എന്താ ചെയ്തേ? അപ്പച്ചി എൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. ചുമരിൻ്റെ ഒരു വശം ചേർത്ത് നിർത്തി. എന്നിട്ട് കഴുത്ത് മുകളിലോട്ട് ഉയർത്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയാണത്. മുല്ലപ്പൂമാല കത്തിച്ച ചന്ദനത്തിരി, ചിരിക്കുന്ന നദിയുടെ ഫോട്ടോ. ജീവിച്ചിരിക്കുന്ന ആർക്കേലും ഇതുപോലൊരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മരിച്ചുവെന്ന് സങ്കല്പിച്ച് അമ്മ എനിക്ക് മാല ചാർത്തി തന്നിരിക്കുന്നു. ചാക്കോ മാഷ് ആഴ്ത്തോമയ്ക്ക് തെങ്ങ് വച്ച പോലെ. അപ്പച്ചി നിന്ന് തുള്ളുകയാണ്. ലോകത്തെ ഏതെങ്കിലും പെറ്റത്തള്ള ഇങ്ങനെ ചെയ്യുമോ? നീയൊക്കെ സത്യത്തിൽ ഒരു അമ്മയാണോ ശാന്തേ? നീ ഇനിയും ഇവളെ എന്നാ ദ്രോഹിക്കാനാ? ചെയ്തതൊക്കെ പോരായിരുന്നോ? നിനക്ക് ഭ്രാന്താണ് ശാന്തേ, മുഴുത്ത ഭ്രാന്ത്. നീ ആരെയും സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല. നിനക്കൊട്ട് സമാധാനം കിട്ടാൻ പോകുന്നുമില്ല. നിന്നെപ്പോലൊരു നശിച്ച അമ്മയെ ഈ ലോകത്ത് കാണാൻ കഴിയൂല. മോനെ കൊന്ന പോലെ മോളെയും കൊന്നോള്. നീ നിന്റെ പൈസയും കെട്ടിപ്പിടിച്ച് കിടന്നോ. ചത്താലും നിന്നെ അതിലിട്ട് ഞാൻ കത്തിക്കാം. അപ്പച്ചി എന്നെ അമ്മയുടെ നേർക്ക് വലിച്ചിട്ട് കൊടുത്തു. ഇവളെ അങ്ങ് കൊന്നേക്കടി. കണ്ണൻ അമ്മമ്മയെ നോക്കി തിന്നുകയാണ്. അമ്മമ്മേ, ഇമാരി പണി വേണ്ടായിരുന്നു. ഇവിടെ എത്തോളം അമ്മ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. എൻ്റെ അമ്മയെ ഒരിക്കലും അമ്മമ്മ അർഹിക്കുന്നില്ല. കണ്ണൻ ആദ്യമായാണ് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്. അവൻ ആരോടും ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ജയദേവ പതുക്കെ ശാന്തമായി പറഞ്ഞു, ഇനി ശാന്തമ്മ വീട്ടിലോട്ട് വരണമെന്നില്ല. ഇനി ജയദേവൻ ഒന്നും പറഞ്ഞില്ലെന്ന് കണ്ണന് തോന്നേണ്ടെന്ന് കരുതിയാണോ ആവോ ഇതുപോലൊരു ഡയലോഗ്? അതിന് അമ്മയൊരിക്കലും അങ്ങോട്ട് വരാറില്ല. ജയദേവൻ വിളിച്ചാലേ വരൂ. രംഗം നിശബ്ദമാണ്. ശാന്തമ്മയ്ക്ക് കുലുക്കമൊന്നുമില്ല. അതേടി, എനിക്ക് ഭ്രാന്താണ്. ഞാൻ വളർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കണം. അല്ലാതെ ഇട്ടേച്ച് പോയ തന്തയുടെ വീട്ടിൽ, അതും ആ മറ്റേവളുടെ വീട്ടിൽ പോയി താമസിച്ചിരിക്കുന്നു. അന്നേ പോവരുതോ? ആരെങ്കിലും പറഞ്ഞോ പോവണ്ടെന്ന്? നിനക്ക് എപ്പോഴടി തന്തയുണ്ടായത്? ആ ഒരുമ്പെട്ടവള് കാരണമാ നമ്മൾ ഈ നിലയിലായെന്ന് നിനക്കറിയാവോ? അവൾക്ക് പുതിയ അമ്മയും കുടുംബവും വന്നിരിക്കുന്നു. ആര് ചത്താലും നിനക്കെന്താടി? നിന്നെ നോക്കാൻ ഇതുവരെ ഒരു തന്തപ്പടിയും വന്നിട്ടില്ല. നിന്നെ വളർത്തിയതും വലുതാക്കിയതും കെട്ടിച്ചു കൊടുത്തതും ഈ ശാന്തയ്യ. ആരുടെയും സഹായമില്ലാണ്ട്, ആരുടെയും കൂടെ കിടക്കാതെയും ഉണ്ടാക്കിയതാടി. നീ തിന്നേ, അല്ലാതെ മറ്റവളെപ്പോലെ അഴിഞ്ഞാടാൻ പോയിട്ടല്ല. ശാന്തമ്മ കിതച്ചു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ശാന്തേ. നിന്നെ ജനിച്ചത് മുതൽ കാണാൻ തുടങ്ങിയത് ഞാൻ. ആരാണ് ആരുടെ ജീവിതം തൊലിച്ചതെന്ന് നിനക്ക് നല്ലോണം അറിയാം. പിന്നെ ഇവളെ വളർത്തിയ കണക്കൊന്നും ഇവിടെ പറയണ്ട. സർക്കാർ ഫ്രീ ആയിട്ട് അരി തന്നില്ലായിരുന്നെങ്കിൽ നീ ഇവളെ പട്ടിണിക്കിട്ട് കൊല്ലുമായിരുന്നു. മകൻ ചാകാൻ കിടന്നപ്പോഴും കയ്യിലെ പൈസ പോവാതെ നോക്കിയ നീയൊക്കെ ജീവിതത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും മിണ്ടിപ്പോവരുത്. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ പ്രസാദ് ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ. നാക്കിന് ഇല്ലെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതണ്ട. നീ മാത്രമാണ് കേശവൻ നശിക്കാൻ കാരണം. നീയാണ് സീതയുടെ ദുരന്തത്തിന് ഉത്തരവാദി. സീതയുടെയും കേശവൻ്റെയും കല്യാണം മുടക്കിയതാരാ? അവളെയും അവളുടെ അച്ഛനെയും നാടുവിട്ടു പോവാൻ പ്രേരിപ്പിച്ചതാരാ? എടി, ആരേലും കൂട്ടുകാരിയുടെ കാമുകനെ തട്ടിയെടുക്കുമോ? നീ കേശവനെ കെട്ടാൻ എന്തൊരു നാടകം കളിച്ചതാ. കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസമെങ്കിലും നീ അവന് സമാധാനം കൊടുത്തിട്ടുണ്ടോ?
നിന്റെ സംശയരോഗം കൊണ്ട് മാത്രമാണ് പിള്ളേർക്ക് അച്ഛനെ നഷ്ടമായേ. നിന്റെ ജീവിതം തുലച്ചത് നീ മാത്രമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും തോൽക്കാനറിയാത്ത നിന്റെ വേണ്ടാത്ത വാശിയാണ്. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വല്ലപ്പോഴും തോൽക്കണം. അതൊന്നും നിന്നെപ്പോലുള്ള ജന്മങ്ങൾക്ക് തീരെ മനസ്സിലാവില്ല. എൻ്റെ ഫോട്ടോയ്ക്ക് മാലയിട്ടൂട്. ഞാനും പോയതാ കേശവനെ കാണാൻ. അവനെനിക്ക് ആങ്ങളയെ പോലെയാ. നദിക്ക് ഓരോ ഓണത്തിനും വിഷുവിനൊക്കെ കോടിയെടുത്ത് തന്നയക്കുന്നത് കേശവനാ, അല്ലാതെ ഞാനല്ല. ഓനത് കിടപ്പിലാവോളം ചെയ്തിരുന്നു. ആ പിള്ളേരെ നേരാവണ്ണം ഓനെ കാണിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഒക്കത്തിനും കാരണം നിന്റെ വാശിയാ. ജീവിച്ചിരിക്കുന്ന പെണ്ണിനെ നീ കൊന്നില്ലടി. നീ ജയിച്ചോ, എപ്പോഴും ജയിച്ചോ. നിന്റെ നാടകങ്ങളൊന്നും മുകളിലുള്ളവൻ്റെ അടുത്ത് നടക്കൂല. അപ്പച്ചി ഇത്രയും ശക്തമായി ശാന്തമ്മയെ എതിർക്കുന്നതും ലോ പോയിന്റ് മറന്ന വക്കീലിനെ പോലെ അമ്മ കുറച്ചു നേരത്തേക്ക് ശാന്തമാവുന്നതും ആദ്യമായാണ്. അല്പം കഴിഞ്ഞ് ശാന്തമ്മ മുറിയിലുള്ളതൊക്കെ എടുത്ത് താഴെയിട്ടു. കാര്യമായൊന്നുമില്ല. അമ്മയുടെ തലയണയും പായും 2 സാരിയും. വേണ്ട, എനിക്കാരും വേണ്ട. പെറ്റതും കൂടെ പിറന്നതും ഒക്കെ ഏതോ പിഴച്ചവൾ പറഞ്ഞത് കേട്ട് നടക്കുമല്ലേ. അപ്പച്ചി എന്തോ പറയാൻ നാക്കെടുത്ത് നിന്നിട്ട് സ്വന്തം തലയിൽ തല്ലി. വായിലെ വെള്ളം വറ്റുന്നതെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. വാക്കിൻ്റെ യുദ്ധം അപ്പച്ചി പിൻവാങ്ങിയതോടുകൂടി അവസാനിച്ചു. കണ്ണൻ ദേഷ്യം കടിച്ചമർത്തി എല്ലാം കേട്ടിരിക്കുകയാണ്. ജയദേവൻ എന്നോടുള്ള പുച്ഛം കുറച്ചുകൂടി വർദ്ധിച്ചു. എത്ര മനോഹരമായ കുടുംബ പാരമ്പര്യമാണ് എനിക്കുള്ളതെന്ന് ജയദേവൻ്റെ നോട്ടം കണ്ടാൽ അറിയാം. പെണ്ണിൻ്റെ മഹത്വം അവളുടെ പിറന്ന വീടിനോട് ബന്ധിക്കപ്പെട്ടിരിക്കും. അവിടുത്തെ കുറവുകൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കാണാപ്പാടമാണ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ നല്ല കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ അമ്മ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചില്ലല്ലോ എന്ന സന്തോഷത്തിലും ഞാൻ മരിക്കപ്പെട്ടതിൻ്റെ ആനന്ദത്തിലുമാണ്. മക്കളെ, ഫോൺ താഴെ വീണ് സ്വിച്ച് ഓഫ് ആയതാ. അപ്പത്തിനും പറഞ്ഞിങ്ങ് വന്നുവല്ലോ. അപ്പച്ചി കണ്ണനെ തഴുകി പറഞ്ഞു. അമ്മയുടെ കരച്ചിൽ കാരണമാ. വന്നപ്പോൾ തൃപ്തിയായി. കണ്ണൻ ശാന്തമ്മയെ തുറച്ചു നോക്കി. കാപ്പി എടുക്കട്ടെ? കഴിച്ചു കിടക്കാൻ പോവായിരുന്നു. അപ്പോഴാ ഫോൺ വന്നേ. നീ വിഷമിക്കേണ്ട മോളെ, അവൾ ചിലപ്പോൾ ഇങ്ങനെയാ. അപ്പച്ചി എന്തിനാ അച്ഛൻ വാങ്ങി തന്നതൊന്നും എന്നോട് പറയാതിരുന്നേ? അവളെങ്ങാൻ പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? എന്ത് തന്നു വിട്ടാലും ചോദിക്കും. അവൾ ചിരിച്ചോ, കൃത്യമായിട്ട് പാകമായോ എന്നൊക്കെ. മക്കളെ എവിടെയോ ഇരുന്ന് മനസ്സിൽ സങ്കല്പിച്ച് സ്നേഹിക്കുന്നത് കഷ്ടം തന്നെയാ മോളെ. എനിക്ക് കരയണമെന്നുണ്ടായിരുന്നു. ശാന്തമ്മ പെട്ടെന്ന് കയറി വന്ന് പറഞ്ഞു. ആഹാ, കൊല്ലത്തിൽ തന്ത കൊടുത്ത തുണി കൊണ്ടായിരുന്നോടി ഇക്കാലം അത്രയും കഴിഞ്ഞത്? ഇത് എന്നോടാണ്. ഓ, ലോകത്തില്ലാത്ത മകൻ. ശേഷം കണ്ണന്. പിന്നീട് ജയദേവനെ തിരിഞ്ഞു നോക്കി പറഞ്ഞു. മോനെ ജയദേവാ, ഈ ശാന്തമ്മയോട് ഇങ്ങനെ പറയുമെന്ന് കരുതിയില്ല. ജയദേവൻ ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു. ഞാൻ പതുക്കെ ശാന്തമ്മയുടെ അടുത്ത് പോയി അവരെ കെട്ടിപ്പിടിച്ചു. മരിച്ചുപോയ എനിക്ക് മുന്നിൽ നിർത്തി അവരുടെ തോളിൽ തട്ടി അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദിയുണ്ട് ശാന്തമ്മേ. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ഒരേയൊരു നല്ല കാര്യം ഇത് മാത്രമാണ്. ഇതിൽ പരം എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ വിജയിച്ച ഭാവത്തോടെയാണ് വീട് വിട്ടിറങ്ങിയത്. കാറിൽ കയറിയിട്ടും കണ്ണന് ശാന്തമ്മയോടുള്ള ദേഷ്യം അടങ്ങുന്നില്ല. അവൻ എന്തൊക്കെയോ പിറുപിറുത്തു. ഈ ലോകത്തെ ഇങ്ങനെയും അമ്മയുണ്ടാകുമോ? ഉള്ളതിനെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ കണ്ണാ? കണ്ണൻ എൻ്റെ മനസ്സ് മാറ്റാൻ എന്തൊക്കെയോ സംസാരിച്ചു. നദീതട സംസ്കാരങ്ങളെക്കുറിച്ച്, മഹാസ്നാനത്തെക്കുറിച്ച്, ധാന്യപുരകളെക്കുറിച്ച്, മക്കൾ ജനിക്കുമ്പോൾ തന്നെ പിരമിഡുകൾ നിർമ്മിക്കാനൊരുങ്ങുന്ന ഫറവോമാരെക്കുറിച്ച്, അങ്ങനെ കണ്ണൻ പുസ്തകത്തിൽ പഠിച്ചതൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനപ്പോൾ പിരമിഡ് നിർമ്മിക്കുമ്പോൾ മരിച്ചുപോയ അടിമകളെക്കുറിച്ച് സംസാരിച്ചു. അവരുടെ രക്തത്താൽ ചുവന്ന നൈൽ നദി, അടിമയുടെ രക്തത്തിൻ്റെ മണം, ഉറങ്ങിക്കിടക്കുന്ന മമ്മികളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. അവർ മരിച്ചെന്ന് പോലും മറന്ന് പരിചരിക്കാൻ കൂടെ അടക്കം ചെയ്ത അടിമയെ തല്ലി. ഇതൊന്നും പുസ്തകത്തിലില്ല അമ്മയെന്ന് കണ്ണൻ അത്ഭുതത്തോട് ചോദിച്ചു. ചരിത്രങ്ങളിൽ രേഖപ്പെടുത്താത്ത എത്രയോ ജീവിതങ്ങളുണ്ടാവാം. അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഞാനും നദിയാണല്ലോ കണ്ണാ. നദികൾക്കെല്ലാം അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചു. ആ ചിരിയിൽ കാറോടിക്കുന്ന ഫറവോ പങ്കുചേർന്നില്ല. നദി എന്ന പേര് അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും ഞാൻ കേട്ടിട്ടില്ല. ടീച്ചേഴ്സും കൂട്ടുകാരൊക്കെ പറയാറുണ്ട് നദി വളരെ നല്ല പേരാണെന്ന്. ശരിയാണ്, നദിക്ക് വ്യത്യസ്തമായ പേര് മാത്രമല്ലല്ലോ. അർദ്ധരാത്രി കഴിഞ്ഞതുകൊണ്ടാവാം റോഡ് ഒഴിഞ്ഞു കിടക്കുന്നത്. തണുത്ത കാറ്റിനൊപ്പം എനിക്കൊരു പാട്ട് കേൾക്കാൻ തോന്നി. കണ്ണുകളടച്ച് ഞാൻ ഇളയരാജയെ തിരഞ്ഞു. ഇവളെന്നും ഇളയരാജയെ കേൾക്കുന്നത് എന്തിനാ? വേറെ ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നതൊന്നും അറിഞ്ഞിരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഈണമിട്ടാലും ഞാൻ കേൾക്കും. എങ്കിലും ഇളയരാജയ്ക്ക് എല്ലാ വികാരങ്ങളുടെയും പൾസറിയാം. ഞാൻ കരഞ്ഞിട്ടുള്ളത്, ചിരിച്ചിട്ടുള്ളത്, തുള്ളിക്കളിച്ചിട്ടുള്ളത് എല്ലാം ഇളയരാജയുടെ ഈണത്തിലാണ്. അമ്മ എത്ര അടിച്ചാലും കരയാത്ത ഞാൻ നായകൻ സിനിമയിലെ തെൻപാണ്ടി ചീമയിലെ പാട്ട് കേട്ടാൽ ഇരുന്ന് കരയും. അതുവരെ പെയ്യാതെ ഉരുണ്ടുകൂടിയ മേഘങ്ങളെ ഇളയരാജ കൈവീശി പെയ്യിക്കും. തൊണ്ടയിലെ കനമൊക്കെ പോയി എൻ്റെ ഇളം കറുപ്പുള്ള കവിളിൽ കൺമഷിയുമായി കലർന്ന് മഴപ്പാടുകൾ ഉണങ്ങിക്കിടക്കും. കണ്ണൻ കുലുക്കി വിളിച്ചു വീടെത്തിയതായി അറിയിച്ചു. നേരം വെളുത്തിട്ടില്ല. പാത്തുവും കല്യാണിക്കുട്ടിയമ്മയും ബിഗ് ഗേറ്റിന് മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. പറഞ്ഞിട്ട് പോകണ്ടായോ കണ്ണാ? ലേശം മുഖം വീർപ്പിച്ച് കല്യാണിക്കുട്ടിയമ്മ പറഞ്ഞു. കുറച്ച് കറങ്ങാൻ പോയതാച്ചമ്മേ. മരുന്ന് കഴിച്ചു ഉറങ്ങുന്നതല്ലേ, വെറുതെ ഉണർത്തണ്ടെന്ന് കരുതിയതാണേ. അപ്പോൾ ഞാനോ?
ഉറക്കച്ചടവിൽ കണ്ണു തിരുമ്മി പാത്തു ചോദിച്ചു. അകത്ത് കയറുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതൊക്കെ ജയദേവൻ്റെ മുറിക്കകത്തെ മുഖത്തെക്കുറിച്ചാണ്. അയാൾ എന്നും എനിക്ക് മാലയിടുന്നുവല്ലോ, ചന്ദനത്തിരി കത്തിക്കുന്നുവല്ലോ. മുറിക്കകത്ത് കയറി ജയദേവൻ ജഗ്ഗിലെ പകുതിയിലധികം വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. എന്നത്തെയും പോലെ നദിയുടെ തൊണ്ടക്കുഴിയിൽ പിടിച്ചു മല ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ ഓൺലൈനിൽ എന്തെടുക്കുമായിരുന്നു? വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ താഴെ ഇറക്കി. ജഗ്ഗിലെ ബാക്കിയുള്ള വെള്ളം കുടിച്ച് ഞാൻ തളർന്നു ബെഡിലിരുന്നു. കൂപ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെയൊന്ന് കൊന്നു തരാമോ? അയാളുടെ കണ്ണുകൾ കൂടുതൽ ചുവന്നു. അയാൾ എന്നെ പതുക്കെ പതുക്കെ കൊല്ലാൻ തുടങ്ങി. എനിക്ക് മരണശീലമാണല്ലോ. ഉറക്കമണിയിട്ടപ്പോൾ മലയുടെ കൂർക്കം വലിയാണ്. നേരം ഒരുപാട് വൈകിയെന്ന് ജനലിലൂടെ വന്ന വെളിച്ചം വിളിച്ചു പറഞ്ഞു. വലി കിട്ടാതെ കാക്കയും. കുളിച്ച് നനഞ്ഞ കൈ തട്ടി 8 മണിക്ക് കാക്കയെ വിളിച്ച മകൾ. ഓടിയാണ് രാവിലത്തെ ഭക്ഷണം തയ്യാറാക്കിയത്. കണ്ണനും വൈകിയാണ് ഉണർന്നത്. പാത്തുവും കണ്ണനും റെഡിയായി വന്നു. ഞാൻ ഭക്ഷണം കൊടുത്തു. അവർ പോയി. ഇതൊക്കെ ഒറ്റവാക്കിൽ പറയാം. എന്നാലും പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്തിനുള്ളിൽ മിനിമം ഒരു 10 കൈയെങ്കിലും അമ്മമാർക്ക് വേണമെന്നില്ല. സൂപ്പർ പവറുള്ള 2 കൈകളെങ്കിലും വേണം. അവർ പോയ പാടെ ജയദേവന് പോയി. ഞാൻ പണികളൊന്നും തീർക്കാതെ പുസ്തകം തിരഞ്ഞു. അപ്രതീക്ഷിതമായാണ് മഹേന്ദ്രൻ മഴ പോലെ പെയ്തു തുടങ്ങിയത്. നദി മനോഹരമായ പേര്. ശുഭദിനം നേരുന്നു. എൻ്റെ എല്ലാ ജോലികളും സ്തംഭിച്ചു നിന്നു. അതെ, നദി മനോഹരമായ പേരാണ്. അന്ത്യാക്ഷരപ്രാസവും ഭരിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രം നദിയെന്ന് പേരിട്ട അച്ഛനോട് കടപ്പാട് തോന്നി. വീട്ടിലെല്ലാവരും പ്രായിലാണ്. പ്രസാദ്, പ്രാർത്ഥന, പ്രകാശൻ, പ്രിയ. ജയദേവൻ്റെ വീട്ടിലെ എല്ലാവരും ജായിൽ തുടങ്ങുന്നവരാണ്. അപ്പച്ചിയുടെ പേര് ശാരദ എന്നാണ്. അവരുടെ 2 മക്കളും ഷായിൽ തുടങ്ങുന്നവരാണ്. അച്ഛൻ്റെ വീട്ടിലെ ആണുങ്ങൾക്കെല്ലാം കൃഷ്ണൻ്റെ പര്യായ പദങ്ങളാണ്. മൂത്തമ്മമാരുടെ പേര് അവസാനിക്കുന്നത് ദേവിയിലാണ്. നാട്ടിലും വീട്ടിലും സ്കൂളിലും നദി ഞാൻ മാത്രമാണ്. എൻ്റെ പേര് കണ്ട് ടീച്ചർ അവരുടെ മകൾക്ക് നദിയെന്ന് പേരിട്ടിട്ടുണ്ട്. ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ പേരിനെ പൂർവാധികം സ്നേഹിച്ചു. ഇടയ്ക്കിടെ എൻ്റെ മൊബൈൽ പച്ച മാറ്റാൻ തൊണ്ടക്കുഴിയിലെ നഖം പോറിയ പാടുകൾ എന്നോട് പറഞ്ഞു. അടച്ചു. മനസ്സ് വീണ്ടും തുറക്കാൻ പറഞ്ഞു. സന്ദേശത്തിന് താഴെ ഞാൻ ചുവന്ന ഹൃദയം ചേർത്ത് വെച്ചു. മഹേന്ദ്രൻ്റെ കുത്തുകളെ 16-കാരിയായി നോക്കി നിന്നു. വായന തീർന്നോ? തീർക്കാൻ പുസ്തകം കയ്യിലില്ലല്ലോ. ഇല്ല എന്നെഴുതി. പതുക്കെ വായിച്ചാൽ മതി. നീ പറഞ്ഞപ്പോൾ എനിക്കൊരു 4 വയസ്സ് കുറഞ്ഞു. നദി എന്നൊരു പേരിൽ എനിക്ക് ആരെയും പരിചയമില്ല. ആരാ ഈ പേര് കണ്ടെത്തിയേ? ഈ നദിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചാവുമോ അങ്ങനെ കുറിച്ചതെന്ന് ഞാനും ചിന്തിക്കാതിരുന്നില്ല. ഇത്തരം ബന്ധങ്ങൾ വളർന്ന് എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ ഈ പെണ്ണുങ്ങൾ എന്താണ് ഒരിക്കലും നന്നാവാത്തതെന്ന് പറയാൻ എളുപ്പമാണ്. അവനോടുള്ള തകർക്കപ്പെട്ട വിശ്വാസത്തെ അവഹേളിച്ച് ശീലിച്ചവർ എന്നെയും മാറി നിന്ന് കുറ്റപ്പെടുത്താം. സ്വല്പം വഴിമുടക്കാതെ മാറി നിൽക്കൂ. എനിക്ക് പോവണം. അയാൾക്ക് ഞാൻ വരച്ച രൂപമുണ്ട്. സ്വഭാവത്തെ എങ്ങനെ വരച്ചെടുക്കാനാണ്? നന്ദി, അച്ഛനാണ് പേരിട്ടത് എന്നുത്തരം നൽകി. ഞാൻ പച്ച കോളത്തിൽ അമർത്തി മുന്നോട്ട് വന്നു. ഓരോ ജോലിയും ചെയ്യുമ്പോൾ എനിക്കെന്ത് ഉത്സാഹമാണെന്നോ. ഒരു എഴുത്തുകാരനെ പ്രണയിക്കുമ്പോൾ വരികൾക്കിടയിലെ വരികളെ തിരയുന്ന നല്ലൊരു വായനക്കാരിയായിരിക്കണം. എന്നാലേ അവനാൽ സൃഷ്ടിക്കപ്പെട്ട നായികയാവാനാവൂ. ഓരോ വരിയിലും കഥാകൃത്തിനാൽ തീവ്രമായി പ്രണയിക്കപ്പെടുകയുള്ളൂ. അക്ഷരങ്ങളുടെ മായാജാലത്തിൽ അവനാൽ ഗർഭം ധരിച്ച് ജീവനുള്ള കുട്ടികളെ വേദനയില്ലാതെ പെറ്റെടുക്കാനാവും. ഒരു മുറി മാത്രം തൂത്ത് ഞാൻ പച്ചവാതിൽ ലേശം തുറന്നു നോക്കി. എൻ്റെ വരികൾക്കൊരു ചുവന്ന ഹൃദയവും ഒരു മഞ്ഞൾ മുക്കിയ ചിരിയും തന്നു. മതി, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പ്രതീക്ഷിക്കാനില്ല. ഇന്നലെ മരിച്ചത് തന്നെ ഞാൻ മറന്നുപോയിരിക്കുന്നു. എല്ലായിടത്തും ഉത്സാഹത്തോടെ തൂത്ത് തുടച്ച് പാത്രങ്ങൾ കഴുകി തുണി അലക്കി. ഇതിനിടയിൽ ഒരു 16 പ്രാവശ്യമെങ്കിലും ഞാൻ ആ മെസ്സേജ് നോക്കി സന്തോഷിച്ചു. ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ടെങ്കിലും സന്തോഷിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പച്ചി വിളിച്ച് കുറേ നേരം സംസാരിച്ചു. എൻ്റെ ശബ്ദത്തിൽ സന്തോഷം കണ്ട് അപ്പച്ചിയും സന്തോഷിച്ചു. ഞാൻ കല്യാണിക്കുട്ടിയമ്മയ്ക്ക് കാല് പിടിച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നെന്തോ പ്രത്യേക രുചിയുണ്ടല്ലോ എന്ന് എന്നെ നോക്കി ചിരിച്ചു കൊണ്ടവർ പറഞ്ഞു. ഇന്ന് ഞാൻ ജയേച്ചിയെ വിളിച്ചു. മാനവനോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഒരുപാട് ചിരിച്ചു. നോക്കൂ, മഹേന്ദ്രൻ്റെ കുറച്ച് മെസ്സേജ് തന്ന സന്തോഷമാണിത്. ആ സന്തോഷം ഞാൻ അപ്പച്ചിയിലും കല്യാണിക്കുട്ടിയമ്മയിലും ജയേച്ചിയിലും മാനവിലും നിറച്ചു. ചിലപ്പോൾ അവിഹിതങ്ങളുടെ 1-ാം നിയമം തന്നെ അനുഭവിക്കുന്നവർക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ തനിക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അതാണ് ശരിയെന്നാവും. വീടിനുള്ളിലെല്ലാം ഇടയ്ക്ക് ഞാൻ ചെമ്പരത്തിക്കാടുകൾ തിരഞ്ഞു. ജയദേവൻ്റെ അലമാരകൾ 3 എണ്ണം തുറന്നു. പഴയ സാധനങ്ങൾ വെച്ച് പൂട്ടിയ മുറിയും തുറന്നു നോക്കി. അതിനകത്ത് ഇനിയും ഉപയോഗിക്കാവുന്ന എന്തൊക്കെയോ ഞാൻ കണ്ടെടുത്തു. കണ്ണൻ്റെ പഴയ ക്രിക്കറ്റ് ബാറ്റ്, പാത്തു കാണുന്നില്ലെന്ന് പറഞ്ഞ സ്കിപ്പിംഗ് കയർ. ഒന്ന് കാണാതാവുമ്പോഴാണ് എന്നോ കളഞ്ഞു പോയവരെയൊക്കെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുക. ഒരുപക്ഷെ അവരെ നമ്മൾ കാലക്രമേണ മറന്നുപോയി കാണും. പഴയ സൈക്കിൾ ലേശം തുരുമ്പിച്ചിട്ടുണ്ട്. കണ്ണൻ എന്നെ ചെറുതായി സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചതാണ്.
അത് മുതലാളിക്ക് അന്ന് പിടിച്ചില്ല. സൈക്കിൾ ഓടിച്ച് ഞാൻ എവിടുന്ന് രക്ഷപ്പെട്ടാലോ എന്ന പേടിയാണ്. ഇന്ന് വരെ ATMിൽ നിന്നും പണമെടുക്കാൻ എന്നെ അനുവദിച്ചിട്ടില്ല. ഗൂഗിൾ പേ, Paytm ഒന്നും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെ പരിഷ്കാരിയാവണ്ട എന്ന് മഹാനായ ജയദേവൻ്റെ തീരുമാനം. ശരിയാണ്. എന്താണേലും പൈസ അവിടെയല്ലേ. അടിമകളെല്ലാം പഠിച്ചാൽ അവിടെ മുതലാളിക്ക് എന്ത് സ്ഥാനമാണുള്ളത്? അത് ചില മുതലാളിത്ത രഹസ്യങ്ങളാണ്. സ്വസ്ഥമായി പ്രേമിക്കാൻ ആഗ്രഹിക്കുന്ന അടിമ എന്തിനാണ് മുതലാളിയെ ഓർത്ത് ഭയപ്പെടുന്നത്? ഞാൻ ആ പുസ്തകം തിരഞ്ഞുകൊണ്ടേയിരുന്നതിനാൽ വീട് കൂടുതൽ വൃത്തിയായി. കാണാതെ പോയ പലതും കിട്ടി. പക്ഷേ അതൊക്കെ പുസ്തകത്തിനോളം വരുമോ? ജയദേവൻ എടുത്തിരിക്കാറുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലത്തെ വിഷയം ഞാൻ മെസ്സേജ് മറുപടി കൊടുത്തില്ല എന്നും രാത്രി മുഴുവൻ ഓൺലൈനിൽ നിന്നുവെന്നുമാണ്. 4 ദിവസമായി ഇലപ്പൊഴിഞ്ഞു കിടക്കുന്ന മുറ്റം തൂത്തുവാരി കത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ എന്തോ അവിടെ കിടക്കുന്നത് കണ്ടത്. ഞാൻ അടുത്ത് പോയി നോക്കി. കത്തിത്തീർന്നത് ഞാൻ അന്വേഷിച്ചു നടന്ന ചെമ്പരത്തി കാടുകളാണ്. പുറംചട്ട മുഴുവനും കത്തിക്കരിഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ ചൂടിൽ വളർന്നു തുടങ്ങിയ പുല്ലുകൾ കരിഞ്ഞ് കാപ്പി നിറമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കത്താതെ അവശേഷിച്ച കുഞ്ഞു കടലാസ് കഷ്ണത്തെ ഞാൻ കയ്യിലെടുത്തു. വരികൾ വായിച്ചു. അവിഹിതങ്ങളുടെ നിയമപുസ്തകം. മഠത്തിൽ മഹേന്ദ്രൻ. വായിച്ചു തീരാത്ത പുസ്തകങ്ങളുടെ മരണം എത്രമേൽ വേദനിപ്പിക്കുന്ന ഒന്നാണെന്നോ? കാമുകൻ്റെ ചിത കാണേണ്ടി വന്ന പോലെ ഞാൻ ആ കരിഞ്ഞ പുല്ലിൽ തളർന്നിരുന്നു. ജയദേവൻ പുസ്തകം കത്തിച്ചതിൽ എനിക്ക് അതിശയമൊന്നും തോന്നിയില്ല. സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണത്. എങ്കിലും വായിച്ചു തീരാത്ത വേദന എൻ്റെ ഉള്ളിൽ കിടന്ന് കത്തി. അതിനകത്തെ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച അച്ചുവിനെ ജയദേവൻ ചുട്ടെരിച്ചു. അബൂട്ടിയും മൈമുനയും മകനും നിലവിളിച്ച് കരഞ്ഞു കാണും. പച്ചയ്ക്ക് മനുഷ്യനെ കത്തിച്ചാൽ കേസെടുക്കാത്ത നാട്ടിൽ അക്ഷരങ്ങളെ കത്തിച്ചതിന് ആര് കേസെടുക്കാനാണ്? ജയദേവൻ പുസ്തകം കത്തിച്ചതിനാലും അമ്മ എൻ്റെ ഫോട്ടോയിൽ മാല ചാർത്തിയതിനാലും ഞങ്ങൾ കണ്ടുമുട്ടുന്നിടം തീർച്ചയായും സ്വർഗമായിരിക്കും. ഞാൻ പച്ചവാതിൽ ലേശം തുറന്നു നോക്കി. മഹേന്ദ്രൻ പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്നും പുസ്തകം നഷ്ടപ്പെട്ടിരിക്കുന്നു. മൈമുനയ്ക്കും അച്ചുവിനും ഇടയിൽ അവിഹിതങ്ങൾക്ക് നിയമപുസ്തകം എഴുതുന്ന അബൂട്ടിയെ ഇനി എനിക്ക് വായിക്കാൻ സാധ്യമല്ല എന്ന് എഴുതി അയച്ചു. പച്ചവാതിൽ ചാരി ഞാൻ അന്തിക്കുള്ള ചായയും പലഹാരവും ഉണ്ടാക്കി. മനസ്സിൽ അടക്കി പിടിച്ച വേദനയൊന്നുമില്ല. ഈ പുസ്തകം പോയാൽ ഇനിയൊന്ന് വാങ്ങാം എന്നൊന്നും ചിന്തിച്ചിട്ടല്ല. വായിച്ച അഭിപ്രായം പങ്കുവച്ചാൽ ഒരുപക്ഷെ അതോടെ ഞങ്ങളുടെ സംസാരം അവസാനിച്ചാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. മഠത്തിൽ മഹേന്ദ്രൻ എന്നോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥയുടെ അഭിപ്രായം അറിയാൻ മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്താഴത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ കണ്ണൻ സൈക്കിൾ ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ എന്നെയും ക്ഷണിച്ചു. എൻ്റെ പരിധിക്കുള്ളിൽ സൈക്കിളിനെ മെരുക്കിയെടുക്കാൻ ഞാനും പാടുപെട്ടു. എങ്കിലും അതെന്നെ അനുസരിച്ചു തുടങ്ങി. ജയദേവൻ വന്നപ്പോൾ തന്നെ ഞാൻ താഴെ ഇറങ്ങി. ഇനി സൈക്കിൾ ഓടിച്ചതിൻ്റെ പേർക്ക് അയാൾക്ക് ദേഷ്യപ്പെടാമല്ലോ. അമ്മ നന്നായി ഓടിക്കുന്നുണ്ട്. ഇനി മാർക്കറ്റിൽ പോകുമ്പോൾ അമ്മ സൈക്കിളിൽ പോയിക്കോട്ടെ. കണ്ണൻ അച്ഛനോട് പറയുന്നത് കേട്ടു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, കറിയുണ്ടാക്കി. പ്രിയെ വിളിച്ചു. ജയദേവനും കണ്ണനും കുറേ നേരം സംസാരിച്ചു. ഞാൻ ഈ ലോകത്തൊന്നുമല്ല. എൻ്റെ മനസ്സിൽ കരിഞ്ഞ പുസ്തകത്തിൻ്റെ മണമാണ്. പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു വന്നോ മൊബൈൽ തുറന്നു നോക്കി. മെസ്സേജ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടോ മനസ്സ് തീരെ ശരിയല്ലാത്തതുകൊണ്ടും ഞാനത് ഡിലീറ്റ് ചെയ്തു. വല്ലാത്ത തലവേദന. രാവിലെ മുതൽ ചെയ്ത ജോലിയുടെ ക്ഷീണം ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ജയദേവൻ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അയാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. വിശപ്പില്ലാത്തതുകൊണ്ടോ മനസ്സിൽ വേദന കല്ലിച്ചു നിന്നതുകൊണ്ടോ എന്തോ കഴിക്കാൻ തോന്നിയില്ല. വാഷ് ബേസിനിലെ പാത്രങ്ങളെ നോക്കാതെ ഞാൻ വീണ്ടും പോയി കിടന്നു. മുറിയിലെത്തിയപ്പോൾ ജയദേവൻ മലയായി പരിണമിച്ചു. എൻ്റെ ഉറക്കമോ ക്ഷീണമോ ഒന്നും അയാളെ തീരെ ബാധിച്ചില്ല. കരിഞ്ഞ പുസ്തകം എൻ്റെ തലച്ചോറിലും ജയദേവൻ എൻ്റെ ശരീരത്തിലും അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. അതിരാവിലെ എണീറ്റ് ബലിയിട്ടു. കരിഞ്ഞ പുസ്തകത്തിൻ്റെ മുകളിൽ കാക്ക വന്നിരുന്നു. അതെന്തിനോ വേണ്ടി കരഞ്ഞു. മക്കളെ സ്കൂളിൽ അയച്ചു. മഹേന്ദ്രൻ ഒരു സന്ദേശവും അയച്ചില്ല. മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ മാർക്കറ്റിലേക്ക് പോവാൻ ഒരുങ്ങി. കണ്ണൻ പറഞ്ഞ പോലെ സൈക്കിളിൽ പോവാൻ തീരുമാനിച്ചു. ആദ്യമായി സൈക്കിൾ ഓടിച്ചു ടൗണിൽ പോവുകയാണ്. വല്ല ബസ്സോ ലോറിയോ എതിരെ വന്നാൽ ഞാൻ ചിലപ്പോൾ കൈവിടുമായിരിക്കാം. ധൈര്യമുണ്ടായിട്ടല്ല, ജീവിക്കാനൊട്ടും കൊതിയില്ലാഞ്ഞിട്ട്. ഒരു പുസ്തകം കത്തിച്ചതിനുള്ള പ്രതികാരമൊന്നുമല്ല. എനിക്കിനി ജീവിക്കണമെന്ന് ഒട്ടും തോന്നുന്നില്ല. കണ്ണിൽ കണ്ട എല്ലാ പച്ചക്കറികളും വാങ്ങി സഞ്ചിയിലിട്ടു. പുസ്തകശാല കഴിഞ്ഞിട്ടും അങ്ങോട്ട് കയറാൻ തോന്നിയില്ല. എതിരെ കാറ് വന്നു, ബസ് വന്നു, ഓട്ടോയും ലോറിയും വന്നു. എൻ്റെ കൈ വിറച്ചിട്ടും അവരൊക്കെ എന്നെ തട്ടി നോവിക്കാതെ പോയി. കണ്ണനെ പോലൊരു പയ്യൻ സൈക്കിളിൽ പോകുന്നത് കണ്ടപ്പോഴാണ് ശ്രദ്ധയോടെ ഓടിക്കാൻ തോന്നിയത്. വളരെ ശ്രദ്ധിച്ച് ഒന്നാമത്തെ വളവ് തിരിഞ്ഞതേയുള്ളൂ. ഏതോ സ്കൂട്ടിയിൽ പോയിടിച്ചു. തക്കാളിക്കും ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും ഒപ്പം ഞാനും താഴെ വീണു. ഞാൻ വാങ്ങിയ പച്ചക്കറികൾ അരഞ്ഞുപോയി. കൈമുട്ട് പൊട്ടി. പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ സൂര്യൻ ചൂട് കൂട്ടി എൻ്റെ കണ്ണിനെ പരീക്ഷിച്ചു. ആരുടെയോ കൈപ്പിടിച്ച് ഞാൻ എണീറ്റു. ചുരിദാറിൻ്റെ കാൽമുട്ട് കീറിപ്പോയി. ചമ്മന്തിയായ തക്കാളിക്കിടയിൽ നിന്നും പൊട്ടാത്ത പച്ചക്കറികൾ ഞാൻ എടുക്കാൻ ശ്രമിച്ചു. ആരൊക്കെയോ എന്നെ സഹായിച്ചു. മാർക്കറ്റിലെ കുറച്ച് പേർ ചേർന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിച്ചു. എന്നെ ഇടിച്ചിട്ട ആളുടെ
കാൽമുട്ടിലും ചോരയുണ്ട്. ഹെൽമറ്റ് ഉള്ളതിനാൽ തല സുരക്ഷിതമായിരുന്നു. ഞങ്ങൾ രണ്ടാളെയും അവിടെയുള്ളവർ ഓട്ടോയിൽ കയറ്റി. മാർക്കറ്റ് റോഡിനടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ നിർത്തിയപ്പോൾ നടക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടെയുള്ള പയ്യൻ എൻ്റെ പേര് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞത് ഒരു 100 സോറിയാണ്. എല്ലാം എൻ്റെ മാത്രം മണ്ടത്തരമാണ്. എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ കാൽമുട്ടിൽ ചോരയുണ്ടല്ലോ. നല്ല വേദനയുണ്ടോ? ഞാൻ ബേജാറായി ചോദിച്ചു. റിസപ്ഷനിലേക്ക് അയാളുടെ സഹായത്തിലാണ് ഞാൻ നടന്നത്. അയാൾ പേര് പറഞ്ഞപ്പോഴാണ് എൻ്റെ കൈ അയാളെ മുറുക്കെ പിടിച്ചത്. മഹേന്ദ്രൻ. അയാൾ ഹെൽമറ്റ് വെച്ചു. ചുരുളൻ മുടി, കഴുത്തിലെ മറുക്, കാപ്പിപ്പൊടി കണ്ണുകൾ. ഞാൻ അയാളുടെ കൈകളിൽ നിന്നും എൻ്റെ കൈ പതുക്കെ അയച്ചു. നേഴ്സ് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പേരും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നദി ജയദേവൻ. അത്ഭുത ചിരിയോടെ മഹേന്ദ്രൻ എന്നെ നോക്കി ചോദിച്ചു. നദി ജയദേവൻ? ഞാൻ എവിടെയോ? ആ ഫേസ്ബുക്കിലുള്ള ആ പുസ്തകങ്ങൾ അടുക്കി വെച്ച ചിത്രം അവരാണോ? ഇന്നലെ പോലും നമ്മൾ സംസാരിച്ചിരുന്നു. ഞാൻ മുഖത്ത് നോക്കിയതേയില്ല. പറയാൻ പറ്റാത്ത എന്തോ ഒരു വികാരം. കാൽമുട്ടിലെ ചോരയുടെ നനുത്ത ചൂടിലും തണുപ്പിലും ഞാൻ വിറച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ എൻ്റെ മുറിവ് ക്ലീൻ ചെയ്ത് ഡ്രസ്സിങ് ചെയ്തു. മഹേന്ദ്രൻ എൻ്റെ അരികിൽ വന്നു. ആർ യു ഓക്കെ നദി? ഞാൻ തലകുനിച്ച് മൂളി. മഹേന്ദ്രൻ വീണ്ടും ചോദിച്ചു. ഫേസ്ബുക്കിലെ നദി ജയദേവൻ അല്ലേ? മൂളി. ഞാൻ വീണ്ടും തലകുനിച്ചു മൂളി. നടക്കുമ്പോൾ കൈനീട്ടി സഹായിക്കണോ എന്ന് ചോദിച്ചു. വേണമെന്ന് മനസ്സും വേണ്ടെന്ന് നാവും പറഞ്ഞു. ഓട്ടോ വിളിച്ചു. അതിൽ സൈക്കിളും എൻ്റെ പച്ചക്കറികളും കയറ്റി. പയ്യെ നടന്ന് മഹേന്ദ്രൻ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ നിറച്ചുകൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് പോകുമല്ലോ അല്ലേ? ഇനി സൈക്കിൾ നന്നായി ഓടിച്ച് പഠിച്ചിട്ട് പച്ചക്കറി വാങ്ങിയാൽ മതി കേട്ടോ. അയ്യോ, ഞാൻ എൻ്റെ വണ്ടി അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കട്ടെ. മഹേന്ദ്രൻ അതും പറഞ്ഞ് നടന്നു നീങ്ങി. വളവ് കഴിയുവോളം ഞാൻ അയാളെ നോക്കിയിരുന്നു. ഇത്രമേൽ ആരാധനയോടെ, പ്രണയത്തോടെ, താല്പര്യത്തോടെ ഞാൻ ആരെയും നോക്കിയിട്ടില്ല. ഓട്ടോ ഡ്രൈവറിനോട് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞത് മഹേന്ദ്രൻ കണ്ണെത്താ ദൂരത്തിലേക്ക് മാഞ്ഞ ശേഷമാണ്. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ഏതോ സിനിമക്കഥയിലെ രംഗം പോലെ തോന്നുന്നുണ്ടോ? ഹെൽമറ്റ് അഴിച്ചു മാറ്റുന്ന മഹേന്ദ്രനും അത് കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ഞാനും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലീഷേ കണ്ടുമുട്ടൽ. ജീവിതം സിനിമ പോലെയല്ലെന്ന് പറയാമെങ്കിലും ജീവിതം പലപ്പോഴും സിനിമ തന്നെയാണ്. ഇതൊരു സിനിമയായിരുന്നുവെങ്കിൽ കണ്ടുമുട്ടലിൽ ഏറ്റവും മികച്ച പശ്ചാത്തല സംഗീതം ഉണ്ടാവുമായിരിക്കാം. ഓട്ടോയിൽ കയറുമ്പോൾ നല്ലൊരു പ്രണയഗാനം കൂടി ചേർക്കുമായിരിക്കാം. ജയദേവൻ എത്തുന്നതിന് മുൻപ് വീട്ടിലെത്തി. സൈക്കിളിന് പ്രത്യക്ഷത്തിൽ കേടുപാടുകളൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. സൈക്കിൾ അടുക്കള ചുമരിൻ്റെ ഒരു വശം ചേർത്ത് നിർത്തുവാൻ ഓട്ടോ ഡ്രൈവർ സഹായിച്ചു. ഞാൻ പച്ചക്കറികളുമായി പതുക്കെ ഇറങ്ങി. കല്യാണിക്കുട്ടിയമ്മ എന്നെ കണ്ട് ബേജാറായി. എന്നാ പറ്റി? കൈമുട്ടിലൊക്കെ കെട്ടാണല്ലോ. ഞാൻ ചെറുതായൊന്ന് വീണു. കുഴപ്പമില്ല, ശരിയാവും. വല്ല പൊട്ടലോ മറ്റോ ഉണ്ടോ? ഇല്ലമ്മേ. പച്ചക്കറി സഞ്ചി കല്യാണിക്കുട്ടിയമ്മ വാങ്ങി. ഞാൻ മുറിയിലേക്ക് നടന്നു. ക്ഷീണമുള്ളതിനാൽ കിടന്നു. ഫോണിൻ്റെ മുഖത്ത് ഒത്തിരി വരകൾ വീണിട്ടും അതെനിക്ക് സുന്ദരമായി തോന്നി. സത്യം പറയാലോ, ഈ ബെഡിലിങ്ങനെ സന്തോഷമായിട്ട് ഇരുന്നതായി എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. എനിക്കൊട്ടും വിശ്വാസം വരുന്നില്ല. പ്രാന്തൻ ചിന്തകളിൽ ഞാൻ എപ്പോഴോ വരച്ച രൂപം ഒരാൾക്കുണ്ടാവുന്നു. അയാളൊരു എഴുത്തുകാരനാവുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അയാളുടെ പുസ്തകം വാങ്ങുന്നു. ഒരു സാരിത്തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കാൻ നിന്ന എന്നെ അത് തിരിച്ചു വിളിക്കുന്നു. ഏതോ തിരക്കഥാകൃത്തിൻ്റെ മനോഹരമായ ചിന്തയായി നിങ്ങൾക്ക് മുന്നിൽ ഈ കഥ തെളിഞ്ഞാൽ കൈയടിക്കുമായിരിക്കാം. പക്ഷേ യഥാർത്ഥങ്ങളിൽ ഇതുപോലൊരു ജീവിതം എന്നെപ്പോലൊരു സാധാരണയ്ക്കും താഴെ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതാണോ? ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ട്. എന്നെ ഒരു പുരുഷൻ കരുതലോടെ സ്പർശിച്ചിരിക്കുന്നു. അയാൾ എൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഉടഞ്ഞുപോയ പച്ചക്കറികളെ പെറുക്കിയെടുക്കാൻ സഹായിക്കുന്നു. അയാളും ഞാനും ഓട്ടോയിൽ കുറച്ച് മിനിറ്റുകൾ യാത്ര ചെയ്യുന്നു. അയാളുടെ കൈ പിടിച്ച് ഞാൻ ആശുപത്രി വരാന്തയിലൂടെ നടക്കുന്നു. ഇതൊക്കെ സംഭവിച്ചത് തന്നെയാണല്ലോ അല്ലേ? അതോ പകലുറക്കത്തിൽ ഞാൻ കണ്ട സ്വപ്നമാണോ എന്നറിയാൻ എൻ്റെ കയ്യിലെ വെളുത്ത കെട്ടിലേക്ക് ഒന്നുകൂടി അമർത്തി നോക്കി. മഹേന്ദ്രൻ എന്ന പേര് കേട്ടപ്പോൾ ഞാൻ അയാളുടെ കൈ മുറുകെ പിടിച്ചത് എന്തിനായിരുന്നു? ബോധപൂർവ്വം എൻ്റെ പേര് നദി ജയദേവൻ എന്ന് പറയാനുള്ള കാരണം അതെൻ്റെ മുഖപുസ്തകത്തിൻ്റെ പേരായതുകൊണ്ടും കൂടിയാണ്. ആ പേരിൽ അവനെന്നെ തിരിച്ചറിയണമെന്ന ആഗ്രഹം കൊണ്ടുകൂടിയാണ്. ആ 5 വിരലുകളുടെ ചൂടിൽ അല്പനേരം കൂടിയിരിക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് തോന്നി. പ്രണയത്തോളം ഞാൻ ആവശ്യപ്പെടുന്ന ഒന്നും ഈ ഭൂമിയിലില്ല. വേറൊന്നും എന്നെ സന്തോഷിപ്പിക്കുകയില്ല. എന്നെ മറന്നു വയ്ക്കാൻ എനിക്കൊരിടം വേണം. ഒരിക്കലും ചോരാത്ത വീടിനകത്ത് നനഞ്ഞു കുതിർന്ന ഒരുവൾ വിറച്ച് കയറും പോലെ എനിക്ക് അവനിലേക്ക് ചേക്കേറണം. ഓരോ രോമങ്ങളും എണീറ്റ് നിൽക്കും വണ്ണം ഒറ്റത്തവണ അഗാധമായി ചുംബിക്കണം. ആ ചുംബനത്തിൻ്റെ ചൂടിൽ ചെമ്പരത്തിക്കാടുകൾ പൂത്തൊലയണം. പ്രിയപ്പെട്ടവനെ, ഇനിയെങ്കിലും ഞാൻ എനിക്കായി ജീവിച്ചോട്ടെ. ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ ഒരു കൊച്ചുകുട്ടി മനസ്സിൻ്റെ കോണിലിരുന്ന് തുള്ളിക്കളിക്കുന്നുണ്ട്. ബാത്റൂമിൽ കയറി മുഖം കഴുകുമ്പോൾ കൈമുട്ടിന് നല്ല വേദന. മടക്കാനും നിവർത്താനും പ്രയാസമുണ്ട്. മുഖം കഴുകി കണ്ണാടി നോക്കിയപ്പോൾ എന്തോ ഒരു വ്യത്യാസം. കവിളിൽ ഇതുവരെയില്ലാത്ത ചുവപ്പ്, കണ്ണുകളിൽ തിളക്കം.
ചാടിയ വയറിനെ ശ്വാസം പിടിച്ച് ഉള്ളിലോട്ട് വലിക്കാൻ ശ്രമിച്ചു. അകത്തു പോവാൻ വയറിന് മനസ്സില്ല. കണ്ണനും പാത്തുവോ 9 മാസം വീതം താമസിച്ചിറങ്ങിയതിനു ശേഷം തൂങ്ങിയാടാൻ തുടങ്ങിയതാണ്. ഒതുങ്ങിയ അരക്കെട്ടും തൂങ്ങാത്ത മാറും ഉള്ളവരൊക്കെ ജീൻസും ലെഗിൻസും എനിക്ക് പേരുപോലും അറിയാത്ത പാൻറ്റും ഇട്ട് നടക്കുമ്പോൾ ഞാനിപ്പോഴും മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുന്നു. ഇത് മാത്രമാണ് എനിക്ക് ചേരുകയെന്ന് ജയദേവൻ ആവർത്തിച്ചു പറയുന്നു. കാലക്രമേണ ഞാനും അത് വിശ്വസിച്ചു. ചില വസ്ത്രത്തിനുള്ളിൽ നമ്മൾ നമ്മളെയും ചേർത്ത് തുന്നിവയ്ക്കും. കുട്ടി ബനിയനിട്ട് നടക്കുന്നവരെ കാണുമ്പോൾ പുതപ്പ് പുതച്ചു നടക്കുന്ന എൻ്റെ രൂപത്തിനോട് എനിക്ക് തന്നെ സഹതാപം തോന്നും. എൻ്റെ രൂപത്തെ എനിക്ക് ഈ ഭൂമിയിലെ ഒന്നിനോടും ഉപമിക്കാൻ വയ്യ. അങ്ങനെയൊരുത്തിയെ ഒരു എഴുത്തുകാരൻ പ്രണയിക്കാൻ എന്തേലും സാധ്യതയുണ്ടോ? അച്ചുവിൻ്റെ നിറമൊന്നും കഥയിൽ പറഞ്ഞില്ലെങ്കിലും ഞാൻ മനസ്സിൽ കണ്ട അച്ചുവും മൈമുനയും വെളുത്തുമെലിഞ്ഞ 2 സുന്ദരികളാണ്. വെളുത്തുമെലിഞ്ഞതല്ലേലും എനിക്ക് സൗന്ദര്യമുണ്ട്. എൻ്റെ കൺപോളകൾ കറുത്തുപോയതാണ്. കവിളുകൾ ഒട്ടിപ്പോയതാണ്. പുരികത്തിലെ മുടിനാരുകൾ വർഷത്തിൽ 1-2 തവണ മാത്രമേ ബ്യൂട്ടി പാർലറിലെ കുട്ടി പറിച്ചെടുക്കാറുള്ളൂ. അത് എന്നെപ്പോലെ തന്നെ അലക്ഷ്യമായി വളർന്നു നിൽക്കും. ജയദേവൻ എൻ്റെ മുഖം കാണാറുണ്ടോ എന്നതുപോലും സംശയമാണ്. നെറ്റിയിലും കവിളിലുമായി അനേകം കറുത്ത കടുകുമണികൾ ചിതറിക്കിടക്കുന്നുണ്ട്. കവിളിലെ ചുവപ്പ് മുകളിൽ ഒരു അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞുവെന്നേയുള്ളൂ. അത് ചുവന്നു എന്ന തോന്നലാണ്. ചുവന്നിട്ടുണ്ടെങ്കിലും കറുപ്പിന് ചുവപ്പിനെ കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. പതുക്കെ ബെഡിൽ പോയിരുന്നു. നടക്കുമ്പോൾ ഇപ്പോഴും ചെറിയ വേദനയുണ്ട്. മൊബൈൽ എടുക്കാൻ ശ്രമിക്കവേ കല്യാണിക്കുട്ടിയമ്മ വന്നു. റോട്ടിലൂടെ പോകുമ്പോൾ എൻ്റെ കണ്ണ് എവിടെയായിരുന്നു? ഈയിടെ സ്വപ്നസഞ്ചാരം കുറച്ച് കൂടുന്നുണ്ട്. അവർ കൈ തൊട്ട് നോക്കി. അടിമുടി ഒഴിഞ്ഞു നോക്കി. ആശുപത്രിയിൽ പോയല്ലോ അല്ലേ? പോയി, സത്യമായിട്ടും പോയി. എൻ്റെ മാറ്റങ്ങൾ ഇവർ എത്ര പെട്ടെന്നാണ് മനസ്സിലാക്കുകയെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. ശരിയാണ്, എൻ്റെ സ്വപ്നസഞ്ചാരം കുറച്ചല്ല, കൂടുതൽ കൂടുന്നുണ്ട്. സ്വപ്നങ്ങൾ ഈ ലോകം മുഴുവനും പറന്നു നടക്കുന്നുണ്ട്. മൊബൈലിൽ മഹേന്ദ്രൻ്റെ മെസ്സേജ് പ്രതീക്ഷിച്ചു സിനിമയിലെ നായികമാർ കിടക്കും പോലെ ഞാൻ കിടന്നു. തലക്കുത്തനെ വീണ മഹേന്ദ്രൻ എന്നോട് ചോദിച്ചു, വേദനയ്ക്ക് മാറിയോ? വേദന മാറിയില്ലേൽ ഒരു എക്സ്റേ എടുക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഇനി എന്തായാലും മാർക്കറ്റ് റോഡിൽ ആക്സിഡൻ്റ് ആവാതെ കണ്ടുമുട്ടാം. അല്ലാതെ ഒന്നും പറയാനില്ലേ? മഹേന്ദ്രൻ എങ്ങനെയുണ്ട്? വേദന മാറിയില്ലേ? ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും ഒരു എക്സ്റേ എടുക്കൂ. ടേക്ക് റെസ്റ്റ്. ഇനിയും എന്തായാലും ആക്സിഡൻ്റ് ആവാതെ നമുക്ക് മാർക്കറ്റ് റോഡിൽ കണ്ടുമുട്ടാം. മഞ്ഞൾ മുക്കിയ ചിരിക്കുന്ന മുഖങ്ങൾ തന്ന് മഹേന്ദ്രൻ ഒരുപാട് ചിരിച്ചു. ഞാനും. വളപ്പൊട്ടുകൾക്കിടയിലെ ജീവിതത്തിലെ ആദ്യ തമാശ. ഞാൻ പരിസരം മറന്ന് ചിരിച്ചു. അമ്മയ്ക്ക് എന്തോ പറ്റി? ദേ ഒറ്റയ്ക്ക് ചിരിക്കുന്നു, പാത്തു വിളിച്ചു പറഞ്ഞു. കണ്ണൻ ഓടി വന്നു. എൻ്റെ കയ്യിൽ കെട്ട് കണ്ട് പേടിച്ചു. അയ്യോ അമ്മേ, എന്താ പറ്റിയേ? മാർക്കറ്റിൽ വെച്ച് വീണുപോയി കണ്ണാ. കണ്ണൻ റൂൾസ് ഫോളോ ചെയ്യാതെ വണ്ടി ഓടിക്കുന്ന എല്ലാവരെയും, കുഴിയുള്ള റോഡിനെയും അത് നിർമ്മിച്ച എഞ്ചിനീയറെയും നമ്മുടെ ഗതാഗത വകുപ്പിനെയും ചീത്ത പറഞ്ഞു. നടന്നു പോയാലും വീഴേണ്ടി വരികയെന്ന് വെച്ചാൽ? ഉള്ളിലിരുന്ന ആരോ എൻ്റെ തലയ്ക്ക് നല്ല കിഴുക്ക് വെച്ച് തന്നു. കണ്ണൻ യൂണിഫോം മാറ്റി. എല്ലാവർക്കും ചായ ഉണ്ടാക്കി. അച്ചമ്മയും അവനും അടുക്കള ഭരിക്കുകയാണ്. രാമനാഥനിലേക്ക് നടന്നു നീങ്ങുന്ന നാഗവല്ലി പോലെ ഒരു മനോരോഗി ആവുന്നുണ്ടോ എന്നൊരു സംശയം. മനസ്സിലെ മുഴുഭ്രാന്തിയെ തളച്ചിടണം. പുറത്തിറങ്ങിയാൽ പഴയ നദിയിലോട്ട് തിരിച്ചു പോവേണ്ടി വരും. അസുഖം മാറാതിരിക്കേണ്ടത് രോഗിയുടെ ആവശ്യമാണ്. മഹേന്ദ്രൻ വീണ്ടും മൊബൈലിൽ നിറഞ്ഞു. നല്ല തമാശക്കാരിയാണല്ലോ. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞോ? കരിഞ്ഞുപോയ പുസ്തകം എങ്ങനെ വായിച്ചെടുക്കുമെന്ന സത്യത്തെ മറച്ച് പുസ്തകം കളഞ്ഞുപോയെന്ന് കളവ് പറഞ്ഞു. കുറച്ച് പുസ്തകങ്ങളെ പ്രസിദ്ധീകരിച്ചുള്ളൂ. വിപണിയിലൊന്നും കിട്ടില്ല. അമ്മാവിൻ്റെ പുസ്തകശാലയിൽ മറ്റുള്ള പുസ്തകങ്ങൾക്ക് കണ്ണു തട്ടാതിരിക്കാൻ വെപ്പിച്ചതാ. കാണാതിരുന്നപ്പോൾ തോന്നി ആർക്കോ വായിക്കപ്പെടാൻ വിധിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും വാങ്ങിയല്ലോ. പകുതിയെങ്കിലും വായിച്ചുവല്ലോ, സന്തോഷം. പുസ്തകം എവിടെയോ വെച്ച് മറന്നതാ. കിട്ടിയാൽ മുഴുവനും വായിച്ച് അഭിപ്രായം പറയാം. വായിച്ചത്രയും മനോഹരമായിരുന്നു. നദിക്ക് ആരായി പേരിട്ടത്? അച്ഛൻ. ഞാനിത് പറഞ്ഞിരുന്നു. ആണോ? ഓർക്കുന്നില്ല. നദിയുടെ അച്ഛൻ എഴുതാറുണ്ടോ? ഇല്ല. നല്ല പേരാട്ടോ. എനിക്ക് പേര് വയ്ക്കാൻ തീരെ അറിയൂല. അബൂട്ടിയും അച്ചുവും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. എത്ര പുതുമയുള്ള പേര്. കളിയാക്കിയതാണേലും ശരിയാണ്. ഞാനിനി പുതുമ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ആദ്യ പുസ്തകമാണ് അവിഹിതങ്ങളുടെ നിയമപുസ്തകം. അതിനുശേഷം ഞാനൊന്നും എഴുതിയിട്ടില്ല. ഇനി എഴുതുകയാണെങ്കിൽ നായികയ്ക്ക് ഞാൻ നദിയെന്ന് പേരിടും. ഓരോ നദികൾക്കും ഓരോ കഥയുണ്ടാവുമല്ലോ. കാണും. മഠത്തിൽ വീട്ടുപേരാണോ? അതെ. പ്രാസം? വീണ്ടും മഞ്ഞൾ മുക്കിയ ചിരികൾ. എനിക്കൊന്ന് പുറത്തു പോകണം. അപ്പോൾ ശരി നദി, നന്നായി റെസ്റ്റ് എടുക്കൂ. ടേക്ക് കെയർ. പച്ച മാഞ്ഞു. ഞാൻ മുകളിലോട്ടൊന്ന് ഓടിച്ചു നോക്കി. ഇത്രയും സംസാരിച്ചോ? ഓരോ വരികളും ചിരികളും ഒരുപാട് വട്ടം വായിച്ചു. ഇനി എഴുതുന്നുവെങ്കിൽ നായികയ്ക്ക് ഞാൻ നദിയെന്ന് പേരിടും. ആ വാക്കിൽ ഞാൻ തടഞ്ഞു നിന്നു. എൻ്റെ കണ്ണിൽ സന്തോഷത്തിൻ്റെ നദി ഒഴുകി. എഴുതപ്പെടാൻ ആഗ്രഹിച്ചു നടക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ എനിക്കുള്ളിലിരുന്ന് കരഞ്ഞു. മാനവിൻ്റെ ശബ്ദമാണ് എന്നെ ഉണർത്തിയത്. മാമിയെ ബീണ. ഞാൻ തലകുനിച്ച് ദുഃഖഭാവം നടിച്ചു പറഞ്ഞു. വീണു.
ആശുപത്രിയിൽ പോയോ? സൂചി വച്ചാ? ഇല്ല. റോട്ടിൽ നോക്കി നടക്കണ്ടേ, അല്ലാൽ വീഴും. കുഴി കണ്ടീനാ? അവനെനിക്ക് അടുത്ത ലോകതത്വം പറഞ്ഞു തരികയാണ്. ജയേച്ചി ചിരിച്ചു. എന്തു പറ്റി നദി? വലിയ പരിക്കുണ്ടോ? ഇല്ല, ചെറുതാ, ഞാൻ പറഞ്ഞു. എല്ലാ ചെറുതിനും വലിയ കെട്ടാലേ മാമിയെ. മാനവ് മാസാണ്. ഇവൻ മാത്രമാണ് നാളെയുടെ വാഗ്ദാനം. ജയേച്ചി മാനവിനെ തൊഴുതു പറഞ്ഞു. എൻ്റെ പൊന്നുമോൻ കുറച്ചു നേരം മിണ്ടാതിരിക്കെ. അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റോ മുറുക്കോ വാങ്ങി വായിലിട്. കേൾക്കേണ്ട താമസം മാനവ് ഓടി. ഇരട്ടകളെന്ന് പറഞ്ഞിട്ടെന്താ നദിയെ? മാനസ് ആവശ്യത്തിന് പോലും സംസാരിക്കില്ല. മാനവ് പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇന്നലെ ടീച്ചറിനോട് ചോദിച്ചത്രേ, കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായ പോലെ ദൈവം എന്തിൽ നിന്നാ ഉണ്ടായെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത് നദി? ശ്രീനിവാസൻ പറയുന്ന പോലെ മക്കൾക്ക് കൂടുതൽ ബുദ്ധി കൊടുത്ത് എന്നെ കുഴപ്പത്തിലാക്കലേ ഭഗവാനെന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ. അതൊക്കെ പോട്ടെ, ജയദേവനുമായുള്ള പിണക്കമൊക്കെ ശരിയായോ? ഞാൻ മാനവിനെക്കുറിച്ച് മാത്രം പറഞ്ഞു. അവൻ്റെ ചോദ്യങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച്, അതിൽ അവൻ പോലും കാണാത്ത ആക്ഷേപഹാസ്യത്തെക്കുറിച്ച്. അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് പലതരം കളങ്കം കൊണ്ട് നടക്കുന്ന നമ്മൾക്ക് ഉത്തരം കണ്ടെത്താനാവാത്തതിനെക്കുറിച്ച് പറഞ്ഞ് കാട് കയറുമ്പോഴും ജയിച്ച് ചോദിച്ച അവസാന ചോദ്യത്തിന് ഞാൻ ഉത്തരം തിരഞ്ഞുകൊണ്ടിരുന്നു. ജയദേവൻ ഒരിക്കലും പരിണമിക്കാത്ത കുരങ്ങാണ്. അവർ ചായ കുടിച്ചു, ഞാൻ കാപ്പിയും. മാനവ് അവൻ്റെ അച്ഛൻ വരുന്നതിനെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചു. കല്യാണിക്കുട്ടിയമ്മ കണ്ടിട്ട് കാലങ്ങളായ മറ്റു മക്കളെക്കുറിച്ച് പറഞ്ഞു. മക്കൾ പഠിച്ച് വലിയ ജോലിയൊക്കെയായി വിദേശത്താണെന്ന് ഗമയിൽ പറയാം. പനി വന്നാൽ പേരറിയത്ത ഓട്ടോക്കാരനൊപ്പം പോകുന്ന എത്രയോ അമ്മമാർ. ജയദേവനുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ പോകുന്നു. മരിച്ചു പോയാൽ എല്ലാവരും വരുമായിരിക്കും. ജീവിച്ചിരിപ്പുണ്ടാകുന്ന പോലും തിരക്കാത്തവർ ബലിയിട്ടിട്ട് എന്താ കാര്യം? ആദ്യമായി അവരെവിടെയോ നോക്കി സംസാരിച്ചു. അവരുടെ കണ്ണ് കലങ്ങി. കസവ് സാരി കൊണ്ട് കണ്ണൊപ്പുമ്പോൾ മാനവ് വന്ന് അമ്മമ്മയെ കെട്ടിപ്പിടിച്ചു. അച്ഛനോട് എല്ലാവരെയും കൂട്ടി വരാൻ പറയാം. അമ്മ ഇങ്ങനെ ചിന്തിക്കല്ലേ, എല്ലാവർക്കും ഓരോ തിരക്ക് കാണും. വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. അതെ, എല്ലാം ശരിയായില്ലെങ്കിലും എന്തേലുമൊക്കെ ശരിയാവും. എന്തെങ്കിലുമൊക്കെ ശരിയാവുമെന്ന പ്രതീക്ഷയിൽ നീണ്ടുപോകുന്ന യാത്രയാണ്. ജയദേവനെ കല്യാണം കഴിച്ച നാൾ മുതൽ ഓരോ ദിവസവും ഈ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നെങ്കിലും സ്നേഹത്തോടെ സംസാരിക്കും, എൻ്റെ ഇഷ്ടങ്ങളെയും ഇഷ്ടമില്ലായ്മകളും ഒരു ദിവസമെങ്കിലും കേട്ടിരിക്കും എന്നൊക്കെ. 15 വർഷത്തോളം അങ്ങനെയൊരു ദിവസം ഉണ്ടായതേയില്ല. എന്നോട് മാത്രമായുള്ള ഈ വിചിത്ര സ്വഭാവത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. എനിക്കതിനൊരു സമയമോ സാഹചര്യമോ ഉണ്ടായിരുന്നില്ല എന്നല്ല, അയാൾ എന്നെ ഒരിക്കലും കേൾക്കാൻ നിന്നിട്ടില്ല. ഒരു സ്ത്രീക്ക് അവളുടെ വിവാഹത്തെക്കുറിച്ച്, വരനെക്കുറിച്ച് എത്രയെത്ര സങ്കല്പങ്ങളുണ്ടാവും. എൻ്റെ കല്യാണം കഴിഞ്ഞാണ് ഞാൻ വിവാഹത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. ഇതുവരെ പരിചയമില്ലാത്ത 2 പേർ ഒരുമിച്ച് ജീവിക്കുന്നു. അതിലൊരാൾ വീടും നാടും വിട്ട് വേറേതോ അപരിചിതർക്കിടയിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. അതെപ്പോഴും അവൾ മാത്രമാവുന്നു. വിവാഹം എത്ര മഹത്തമായൊരു കാര്യമാണല്ലേ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്നത്? വീണ്ടും മൊബൈൽ എടുത്ത് നോക്കി. മഹേന്ദ്രൻ്റെ വട്ടത്തിൽ പച്ചക്കുത്തൊന്നുമില്ല, പുതിയ സന്ദേശങ്ങളൊന്നുമില്ല. എങ്കിലും പഴയതൊക്കെ വായിച്ചു നോക്കുക പ്രത്യേക സുഖമുള്ള കാര്യമാണ്. ഞാനിന്ന് 16-കാരിയുടെ നാണത്തിൻ്റെ ഉടമയാണ്. കൂടെ കൂടെ കണ്ണാടി നോക്കുന്നു, കൂടുതൽ സ്വപ്നം കാണുന്നു. തനിച്ചിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് കാപ്പി മണക്കുന്നു. മഹേന്ദ്രൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ? ചിലപ്പോൾ അയാൾ വിവാഹിതനായിരിക്കുമോ? അതുമല്ലെങ്കിൽ അയാൾക്കൊരു കാമുകി ഉണ്ടാവുമോ? അങ്ങനെയെങ്കിൽ എൻ്റെ തോന്നലുകളുടെ സ്ഥാനം എവിടെയായിരിക്കും? ചിന്തകൾ കാടും മലയും താണ്ടി ദിവസങ്ങൾ നീങ്ങുകയാണ്. മഹേന്ദ്രൻ്റെ സ്നേഹാന്വേഷണങ്ങളിൽ നദിയിൽ മല തരുന്ന വേദനകൾ മാഞ്ഞു തുടങ്ങി. ഞാനെൻ്റെ വാക്കുകളിൽ പ്രണയം വിരിയിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. മഹേന്ദ്രൻ അത് കണ്ടുപിടിച്ചാൽ സ്വാഭാവിക സംസാരങ്ങൾ പോലും ചിലപ്പോൾ ഞങ്ങൾക്കിടയിൽ മാഞ്ഞു പോകുമോ എന്നൊരു പേടിയുണ്ട് എനിക്ക്. ചിലത് രഹസ്യമായി സൂക്ഷിക്കപ്പെടുമ്പോൾ കുറച്ച് ഭംഗി കൂടുതലുണ്ടാവുമെന്ന് തോന്നുന്നു. പച്ചക്കത്തിയതിനുള്ള ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തതിൻ്റെ ദേഷ്യം, അതെന്നും ജയദേവൻ രാത്രിയിൽ തീർത്തുകൊണ്ടേയിരുന്നു. അച്ഛന് ബലിയിടുമ്പോൾ ഞാനെന്നും കരിഞ്ഞ പുസ്തകത്തിൻ്റെ മുകളിൽ ഇല വച്ചു. പുസ്തകത്തെക്കുറിച്ച് ജയദേവൻ സംസാരിച്ചില്ല. എന്തിനു വാങ്ങി? എവിടുന്ന പൈസ? വായിച്ചു വായിച്ചു വലിയ ബുദ്ധിജീവി ചമയാനാണോ എന്നൊക്കെ രാത്രിയിൽ കണ്ണുരുട്ടി പേടിപ്പിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അലമാരിയിലെ ഓരോ പുസ്തകങ്ങൾക്കും ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. വായിക്കുമ്പോൾ പലപ്പോഴും ജീവിക്കാൻ സാധിക്കാറുണ്ട്. ആരുടെയൊക്കെയോ ജീവിതമായി തീരുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ച് നേരത്തേക്കെങ്കിലും മറന്നു പോകുന്നു. മഹേന്ദ്രൻ്റെ മെസ്സേജ് വന്നു. വീഴ്ചയിൽ നട്ടെല്ല് ഒരു പണി തന്നു. ഡിസ്ക് അല്പം തെന്നി നിൽക്കുന്നു. വലിയ വേദനയൊന്നുമില്ല. ഇന്നലെ എക്സ്റേ എടുത്തിരുന്നു. എനിക്ക് ദൈവത്തോട് വല്ലാത്ത ദേഷ്യം തോന്നി. ശ്രദ്ധാപൂർവമാണ് ഞാൻ വളവ് തിരിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന ആത്മഹത്യ പ്രവണതയെ മറികടന്ന് ഞാൻ എന്നെ വീണ്ടെടുത്താണ് വണ്ടി ഓടിച്ചത്. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണ് ദൈവം നമ്മെ അപായപ്പെടുത്തുകയെന്ന് തോന്നുന്നു. അല്ലേൽ മഹേന്ദ്രൻ ഏതോ ചിന്തയിൽ വണ്ടി ഓടിച്ചിരിക്കണം. എനിക്ക് വിഷമം തോന്നി. അങ്ങോട്ടൊരു സോറി പറഞ്ഞു. ജയദേവൻ മക്കളുടെ മുന്നിൽ ആശുപത്രിയിൽ പോവാണോ എന്നൊക്കെ ചോദിച്ചതാണ്. എൻ്റെ വേദനകൾക്കൊക്കെ ഏത് ആശുപത്രിയിലാണ് മരുന്നുണ്ടാവുക? വീഴ്ചയിലെ മുറിവുകൾ ചെറുതല്ലേ. അകത്ത് കാണാൻ കഴിയാത്ത പല മുറിവുകളുമുണ്ട്. അത് ജയദേവന് പോലും അറിയില്ല.
ഇരുട്ട് എല്ലാത്തിനും മറയാണല്ലോ. മുറിവുകൾ ഉണങ്ങിത്തുടങ്ങി. ഭാരമുള്ള ജോലികൾ ചെയ്യുമ്പോൾ മാത്രം കൈമുട്ട് നീ വീണിരുന്നു നദി എന്ന് ഓർമ്മിപ്പിച്ച് മിന്നും. മഹേന്ദ്രൻ്റെ നട്ടലിൻ്റെ ആരോഗ്യസ്ഥിതികൾ എൻ്റെ ചാറ്റിൽ നിറഞ്ഞു. ജയദേവൻ അപ്പോഴൊക്കെ പതിവ് ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാനതിന് ഒന്നും പറയാതിരിക്കുകയും രാത്രിയിൽ പകരം വീട്ടുകയും ചെയ്തു. ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. എങ്കിലും കഥ പറയുന്ന ഞാൻ മാറിത്തുടങ്ങുന്നു. നാളെ അച്ഛൻ്റെ തീർപ്പാണ്. പ്രിയയും പ്രകാശിനും കുറേ വട്ടം വിളിച്ചു. നാളെ കുടുംബസമേതം അങ്ങോട്ടാണ്. കണ്ണനിപ്പോൾ പ്രകാശ് മാമനെക്കുറിച്ചുള്ള വർത്തമാനം മാത്രമേ ഉള്ളൂ. പാത്തു എന്നെപ്പോലെ എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. നിളയുടെ തീരത്ത് ബലിയിട്ട് ഞാൻ മകളുടെ കടമ നിറവേറ്റി. നദിയുടെ ഉരുള തിന്നുന്ന കാക്കയെ നോക്കി നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഭാര്യ എനിക്ക് തല തുവർത്തി തന്നു. കേശവന് സന്തോഷമായി കാണും. നാളെ എനിക്ക് വേണ്ടിയും ഇതുപോലൊരു കുളി. കാലം ആവശ്യപ്പെട്ടാൽ മോൾ ചെയ്യണം. പറ്റില്ലെങ്കിലും അമ്മയെന്ന് നീ വിളിച്ചില്ലെങ്കിലും ഞാൻ നിൻ്റെ അമ്മയെന്ന് ആവർത്തിച്ചു പറയട്ടെ. അന്ന് മോളുടെ വീട്ടിലേക്ക് കയറി വന്ന ഏതോ ഒരു സ്ത്രീയുടെ കണ്ണീര് കണ്ട പോലെ ഈ കണ്ണീര് മോൾ കാണണം. ഇതും എൻ്റെ കേശവൻ്റെ ആഗ്രഹമാണ്. നാളെയൊരു പക്ഷേ ഞാൻ കിടപ്പിലായെന്ന് വരാം. ചിലപ്പോൾ ഓർമ്മകൾ നഷ്ടപ്പെട്ടെന്ന് വരാം. അന്ന് മോളോട് വന്ന് വിവരം പറയാൻ എനിക്ക് കഴിയുമോ എന്തോ. പ്രകാശിൻ്റെ ഒപ്പം പ്രിയയുടെ ഒപ്പം എനിക്ക് മോളുടെ ഉരുള കൂടി വേണം. ഞാൻ അവരുടെ കൈകളെ ചുംബിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് മാലയിട്ട ശാന്തമ്മയെ ഞാനെപ്പോഴും ഓർത്ത് സങ്കടപ്പെട്ടു. ഇറങ്ങാൻ നേരം അവരെനിക്ക് കടുമാങ്ങച്ചാറും പുളിയിഞ്ചിയും കുപ്പിയിലാക്കി തന്നു. എന്തുകൊണ്ടാണ് ശാന്തമ്മയ്ക്ക് എന്നോട് ഒട്ടും സ്നേഹം തോന്നാത്തത്? പറ്റിട്ടില്ലെങ്കിലും സീതമ്മ എന്നെ സ്നേഹിക്കുന്നത് എന്തിനാണ്? അമ്മ എനിക്ക് പരിഹാസവും കുത്തുവാക്കുകളും അല്ലാതെ എന്താണ് തന്നിട്ടുള്ളത്? ഒറ്റ പോക്ക് ആവരുത്. ഇവിടെ ഒരാൾ ജീവനോടെ ഉണ്ടെന്ന ഓർമ്മ വല്ലപ്പോഴും വേണം. ആരുമില്ലെന്ന് ഒരിക്കലും തോന്നരുത്. അമ്മയുണ്ട്, കൂടെ പിറപ്പുകളുണ്ട്. ഉണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് ചേട്ടൻ്റെ കത്തുകൾ കാണാനാവുമോ? ഞാൻ സീതമ്മയെ നോക്കി ചോദിച്ചു. കണ്ണാടിക്കൂട്ടിലെ ചില്ല് ഗ്ലാസിന് പിറകിൽ ഒരു കെട്ട് കടലാസുകൾ നിറച്ച ഒരു പ്ലാസ്റ്റിക് കവർ അവരെൻ്റെ നേർക്ക് നീട്ടി. ഒരുപാട് തവണ തുറക്കപ്പെട്ട അതിൻ്റെ കെട്ടുകൾ വരകൾ വീണ് ചുളുങ്ങിപ്പോയിട്ടുണ്ട്. കണ്ണ് തട്ടാതിരിക്കാൻ ചുറ്റിയ മുളകിൻ്റെ മണം. വായിച്ചു കഴിഞ്ഞ് മോളിത് തിരിച്ചു തരണേ. ഇതൊന്നുമില്ലാതെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് നീക്കുകയെന്നത് എനിക്ക് ഒത്തിരി പ്രയാസമേറിയ കാര്യമാണ്. അതെനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തീർച്ചയായും ഞാൻ തിരിച്ചു തരും. ഞാൻ അവരുടെ കയ്യിൽ പിടിച്ച് ഉറപ്പ് നൽകി. പോവാൻ നേരം പ്രകാശൻ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വാങ്ങിത്തന്നു. കണ്ണൻ അത് സ്നേഹപൂർവ്വം വാങ്ങി. ഇഷ്ടാവുമോയെന്നറിയില്ല, എന്നാലും ഒരു ഊഹം വെച്ചെടുത്തതാണ്. പാകമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പോയി മാറ്റാം. പ്രകാശൻ കണ്ണൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. ലൂസാണേൽ ചെറുതാക്കിയിടാം. ഇനിയിപ്പം ചെറുതാണേൽ കുറച്ച് ദിവസം പട്ടിണി കിടന്ന് ഞാൻ ചെറുതായിട്ടിട്ടോളാം. കണ്ണൻ പ്രകാശിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. എല്ലാവരും ചിരിച്ച് യാത്രയാക്കി. പടിയിറങ്ങുമ്പോൾ അച്ഛനുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന വീടേ അല്ലെന്ന് തോന്നി. മരണം പുതുക്കിയ വീട് അല്ല, അച്ഛനുള്ളതിനാൽ പുതുക്കാൻ കഴിയാതെ പോയ വീട്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മനസ്സ് അമ്മയുടെ പേര് പോലെ ശാന്തമായിരുന്നു. കല്യാണിക്കുട്ടിയമ്മ ഞങ്ങളെ കാത്ത് വാതിൽക്ക് തന്നെ നിൽപ്പുണ്ട്. ചായ വയ്ക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കണ്ണൻ എൻ്റെ കയ്യിൽ നിന്നും ചേട്ടൻ്റെ കത്തുകൾ വാങ്ങി കസേരയിലിരുന്ന് പയ്യെ കെട്ടുകൾ അഴിച്ചു. ഓരോ കത്തുകളെയും കൈക്കൊണ്ട് പയ്യെ അമർത്തി കണ്ണൻ ആദ്യത്തെ കത്ത് വായിച്ചു. പ്രിയപ്പെട്ട അച്ഛന്. മകൻ പ്രസാദ് എഴുതുന്ന കത്ത്. അച്ഛന് സുഖമെന്ന് കരുതുന്നു. ഇപ്പോൾ തീരെ മദ്യപിക്കുന്നില്ലെന്നറിഞ്ഞു. വളരെ സന്തോഷം. ഇനി ഞങ്ങളെ ആരും കുടിയൻ കേശവൻ്റെ മക്കളെന്ന് വിളിക്കൂലല്ലോ. അത്രയും സന്തോഷം. അച്ഛൻ വീട് വിട്ടുപോയപ്പോൾ എന്നേലും തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനിന്ന് രാവിലെ ദേവിക്ക് പൂക്കൾ വച്ചിരുന്നു. ഇനി വയ്ക്കൂല. അച്ഛൻ വന്നപ്പോൾ അമ്മ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാൻ കേട്ടതാ. അച്ഛൻ എത്ര തെറിയാ കേൾക്കേണ്ടി വന്നത്. അച്ഛനിനി ഞങ്ങളെ തിരക്കി വരണമെന്നില്ല. നദിക്ക് ഞാനുണ്ട്. ഞാനവളെ നന്നായി നോക്കും. അച്ഛൻ വിഷമിക്കേണ്ട, സന്തോഷമായിട്ടിരിക്കൂ എന്ന് സ്നേഹപൂർവ്വം പ്രസാദ്. കത്ത് വായിച്ച കണ്ണനും കേട്ടുനിന്ന ഞാനും കല്യാണിക്കുട്ടി അമ്മയും കരഞ്ഞു. ഒരു ചെറിയ കുട്ടി അച്ഛന് ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ അമ്മമ്മ എന്തോരം ദ്രോഹിച്ചു കാണും. അമ്മയുടെ കുട്ടിക്കാലം എത്ര വേദനിപ്പിക്കുന്നതായിരിക്കും. കണ്ണൻ മുഖം മറച്ച് വിതുമ്പുകയാണ്. ഞാൻ അവനെ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കാനാണ്? പോയ ശേഷം ഞാൻ അച്ഛനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഞങ്ങളെ കുഴിയിലിറക്കി അച്ഛൻ ഒറ്റപ്പെട്ട് രക്ഷപ്പെട്ടുവല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ സഹോദരിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമല്ലേ. കത്തുകളെ മേശപ്പുറത്ത് വെച്ച് അവനെൻ്റെ മടിയിൽ കിടന്നുറങ്ങി. അമ്മ, ഐ ലവ് യു. ഇനി ഒരിക്കലും അമ്മ വിഷമിക്കരുത്. അമ്മയെ ഇനി കണ്ണൻ പൊന്നുപോലെ നോക്കും. കണ്ണൻ്റെ കണ്ണിൽ അപ്പോഴും ഈർപ്പമുണ്ടായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വേദന നിറഞ്ഞ കുട്ടിക്കാലമൊക്കെ പറയുമ്പോൾ ഇന്നത്തെ മക്കൾക്ക് പുച്ഛം തോന്നും. ആ കഷ്ടപ്പാടുകളെ നിസ്സാരവൽക്കരിച്ച് ഒരു പഴംപുരാണം കേൾക്കുന്ന മട്ടിൽ അവരത് ഒരു ചെവിയിലൂടെ കയറ്റി ചെവിയിലൂടെ ഒഴുക്കിക്കളയും. മക്കൾക്ക് നമ്മെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പലരും തോറ്റുപോകുന്നത്. എല്ലാ കഷ്ടപ്പാടുകളും പറയാതെ അറിയിക്കുമ്പോൾ അവരത് മടുക്കാതെ ഒഴുക്കോടെ വായിച്ചെടുക്കും. അതിലെ വേദനകൾ അവരെയും വേദനിപ്പിക്കും. കണ്ണൻ്റെ കണ്ണിലെ വെള്ളവും അവൻ്റെ വാക്കുകളും നദിയെന്ന അമ്മയുടെ വിജയമാണ്. ചേട്ടൻ ജീവിച്ചിട്ടും മരിച്ചിട്ടും എനിക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ജയദേവനെയും ശാന്തമ്മയെയും മാറ്റി നിർത്തിയാൽ നദി ഒഴുകുന്നത് തടസ്സങ്ങളില്ലാതെയാണ്.
എങ്കിലും ഒരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കുമോ എന്ന ചോദ്യം തരുന്ന വേദന, മറ്റുള്ളവരുടെ സഹതാപ വാക്കുകൾ, ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ലഭിക്കുന്നതൊന്നും കിട്ടാതെ പോകുന്നത് അത്ര നിസ്സാരമായ വേദനയല്ല. ആ മുള്ളിന് ഹൃദയത്തിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടാക്കാനാവും. മറ്റുള്ള ഒരു ബന്ധങ്ങൾക്കും ആ ദ്വാരം അടയ്ക്കാൻ പറ്റില്ല. അമ്മയുടെ സ്നേഹം അമ്മയുണ്ടായിട്ടും ലഭിക്കാതെ പോകുന്നത് ആറാത്ത മുറിവുകൾ ചലമൊഴുകുന്നത് പോലെയാണ്. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ തോന്നി. ജയദേവൻ്റെ ബുള്ളറ്റ് ഗേറ്റ് കടക്കുന്നത് നോക്കിയിരുന്നപ്പോൾ മഹേന്ദ്രൻ മനസ്സറിഞ്ഞ പോലെ പച്ചകത്തി. പതിവ് വിശേഷങ്ങളൊക്കെ പറന്നു വന്നു. എഴുത്തിനെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചു. പറച്ചിലുകൾ വ്യക്തികളിലേക്ക് ദിശ മാറി ഒഴുകി. ഞാൻ കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഒരമ്മയുടെ മകളായി, നീണ്ട 15 വർഷം പ്രണയിക്കപ്പെടുന്ന ഭാര്യയായി എന്നെ പരിചയപ്പെടുത്തി. നമ്മളെ അറിയാത്തവർക്ക് മുന്നിലെങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾ അവതരിപ്പിക്കാമല്ലോ. സ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ ഉയർന്ന റാങ്കുള്ള ഒരുവളായി ഞാൻ മഹേന്ദ്രന് മുന്നിൽ നിന്നു. വീട്ടിലെ 100 പ്രശ്നങ്ങൾ തലയിൽ കയറ്റി വണ്ടി ഓടിച്ചതാ നദി. സോറി, ഞാൻ നിങ്ങളെയും കഷ്ടത്തിലാക്കി. സാരില്ല, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അതെ, ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. എന്തേലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ കുറ്റബോധം കൊണ്ട് നീറി ചത്തേനെ. എനിക്ക് പലതവണ മരിച്ച ശീലമുണ്ട്. അതുകൊണ്ട് മഠത്തിൽ മഹേന്ദ്രൻ ബേജാറാവണ്ട. എന്നെ മഠത്തിൽ മഹേന്ദ്രൻ എന്ന് കഷ്ടപ്പെട്ട് വിളിക്കേണ്ട. അടുത്ത സുഹൃത്തുക്കൾ ഇന്ദ്ര എന്നാ വിളിക്കുക. നദിക്ക് അങ്ങനെ തന്നെ വിളിക്കാം. ഓക്കെ ഇന്ദ്ര. വിളിക്കുന്ന ചുവന്ന ഹൃദയം അയച്ചു തന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചു. ഇന്ദ്രൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും ഞാനും. അച്ഛനും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. കൊറോണയുടെ തുടക്കത്തിലാണ് അച്ഛൻ മരിച്ചത്. പിന്നെ ചേച്ചിയും. രണ്ടുപേരുടെയും മൃതശരീരം പോലും കിട്ടിയില്ല. അച്ഛൻ്റെ ശരീരം കേരള സർക്കാർ കത്തിച്ചു. ചേച്ചി ജർമ്മനിയിലായിരുന്നു. ബോഡി നാട്ടിലെത്തിക്കാനുള്ള അവസാന ശ്രമവും നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ തളർന്നത്. ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചതാ. ലീവിന് വരുമ്പോൾ നടക്കാനിരുന്നതാ. അവളില്ലാത്ത വീട് വല്ലാത്ത ശൂന്യത നിറഞ്ഞതാണ്. അമ്മ ഇപ്പോൾ ചിറ്റയുടെ വീട്ടിലാണ്. വീട്ടിൽ എല്ലാത്തിനും അച്ഛൻ്റെ മണമാണ്. അന്നൊക്കെ കൊറോണ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അമ്മയ്ക്ക് അച്ഛനെ ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. അവസാനത്തെ കാലത്ത് കൂടെ നിൽക്കാൻ കഴിയാത്ത വിഷമം അമ്മയ്ക്ക് ഇന്നുമുണ്ട്. ഞാനിവിടെ അമ്മാവിൻ്റെ അടുത്ത് വന്നതാ. കുറച്ച് ദിവസം കാണും. നട്ടലിന് നല്ലൊരു പണിയല്ലേ കിട്ടിയേ. എന്തൊക്കെയോ ഓർത്ത് വണ്ടി ഓടിച്ചതാ നദി. വീണ്ടും സോറിട്ടോ. അന്ന് എനിക്കിതൊന്നും പറയാൻ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു അബദ്ധം ഉണ്ടാവുന്നത്. എന്തോ തന്നെ കണ്ടപ്പോൾ എൻ്റെ പിടുത്തം തെറ്റി. നദിയെ എനിക്ക് എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നി. കുറേ കാലം പരിചയമുള്ള ഒരാളെ പോലെ. ഉടഞ്ഞുപോയ തക്കാളിയും കിഴങ്ങും ഒക്കെ പെറുക്കിയെടുക്കുമ്പോൾ ഞാനത് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. നദി എന്നെ ഫേസ്ബുക്കിൽ കണ്ടു കാണും അല്ലേ? ഇത്ര നീളമുള്ള മെസ്സേജ് വരാൻ ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നുവെന്നോ. ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ചിരിച്ചു. അവിടെ മഹേന്ദ്രൻ ചിരിച്ചു കാണും. അതെനിക്ക് വന്ന ഓരോ ഇമോജിയിലും കാണാം. ശരിയാ, ഞാൻ ഹെൽമെറ്റ് വെച്ചിരുന്നല്ലോ. നദി എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പുസ്തകം വായിക്കുന്നതിന് മുൻപ്? മഹേന്ദ്രന് ഞാൻ മനസ്സിൽ വരച്ച രൂപമാണുള്ളതെന്ന് പറഞ്ഞില്ല. പറഞ്ഞാലും വിശ്വസിക്കണമെന്നില്ലല്ലോ. ഇല്ല എന്ന് ടൈപ്പ് ചെയ്യാൻ ഞാൻ ഒരുപാട് സമയമെടുത്തു. മഹേന്ദ്രൻ അല്ല, ഇന്ദ്രൻ പച്ചവാതിൽ ചാരിപ്പോയി. ഇപ്പോൾ ഞാൻ ഈ ലോകത്തൊന്നുമല്ല. എന്നോ കണ്ടു മറന്ന ഒരാളായിരുന്നു മഹേന്ദ്രന് ഞാനെന്നറിയുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാവുന്ന സന്തോഷമല്ലത്. ഇപ്പോൾ ഞാൻ ഈ ലോകത്തൊന്നുമല്ല. എന്നോ കണ്ടു മറന്ന ഒരാളായിരുന്നു മഹേന്ദ്രന് ഞാനെന്നറിയുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാവുന്ന സന്തോഷമല്ലത്. ആ ഒരു വാക്ക് എനിക്കൊരു ഇളയരാജ പാട്ട് കേൾക്കുന്ന പോലെയായിരുന്നു. ഞാൻ ഏതൊക്കെയോ പാട്ട് മൂളി. ഒരു ചുവപ്പ് സാരി ചുറ്റാൻ ആഗ്രഹിച്ചു. പ്രണയിക്കപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ മുഖം ക്രീം പുരട്ടാതെയും തിളങ്ങാറുണ്ട്. സന്തോഷം കൊണ്ട് അവരെല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്യും. ഒരു പൂമ്പാറ്റയെപ്പോലെ ചുറ്റി നടക്കും. ഈ സൗന്ദര്യത്തിൻ്റെ, ഈ ഉന്മേഷത്തിൻ്റെ രഹസ്യം മഹേന്ദ്രൻ എന്ന ഇന്ദ്രനാണ്. ഇന്ന് ഞാൻ പതിവിലെ നേരത്തെ എല്ലാ ജോലികളും തീർത്തു. മക്കളൊക്കെ ഭക്ഷണം കഴിച്ചപ്പോഴാണ് ജയദേവൻ വന്നത്. അയാൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചിയുടെ മകൾ ഷൈമ ചേച്ചി വിളിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനില്ലേ സുനിൽ, അയാൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നീ ന്യൂസ് കാണൂ. ന്യൂസ് ചാനലൊന്ന് വായിക്കാമോ? സീരിയലിൻ്റെ പരസ്യം വരാതെ അത് നടക്കത്തില്ലെന്ന് എനിക്കും അറിയാമായിരുന്നു. ആദ്യമായി ചോദിച്ചതുകൊണ്ടോ എന്തോ കല്യാണിക്കുട്ടിയമ്മ ന്യൂസ് ചാനൽ വെച്ച് തന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. താഴെ വന്നു പോകുന്ന വരികൾ വായിച്ചെടുത്ത് സുനിൽ ആരാണെന്ന് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. വാർത്തകൾ വിശദമായി വായിക്കുമ്പോൾ കാതോർത്തു. പുല്ലുപാറ സ്വദേശിയായ സുനിൽ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായി. പെൺകുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ച് അമ്മയെ അറിയിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പുല്ലുപാറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭാര്യയും 3 പെൺമക്കളുമുള്ള പ്രതി ഒരിക്കലും ഇത് ചെയ്യാൻ സാധ്യതയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രതി സുനിലിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ പെൺകുട്ടിയെ ഉപയോഗിച്ചതാണെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. ക്യാമറാമാൻ സുനിലിൻ്റെ മുഖം സൂം ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പാവട കുഴുക്കടിക്കപ്പെട്ട ഒരു 7 വയസ്സുകാരി നഖം കൊണ്ട് പോറിയ മുറിവുകൾ കാണിച്ചു കരഞ്ഞു. അയാളുടെ കല്യാണത്തിന് കുടിച്ച പായസം നാട്ടുകാർ കാണെ തുപ്പി.
അയാളുടെ പേര് സുനിൽ എന്നാണ്. നാട്ടുകാർ അയാളെ സുനി എന്ന് വിളിച്ചു. അത് കേട്ട് ഞാനും. ഇനി ചാനലുകാർ പറയാൻ സാധ്യതയുള്ള ഇരയുന്ന പെൺകുട്ടി ആ ഒരു നിമിഷം എത്ര പേടിച്ചു കാണും. അപരിചിതനല്ല, താൻ അച്ഛനെ പോലെ കരുതിയ ഒരാൾ പെട്ടെന്ന് വേറൊരാളായി മാറുന്ന കാഴ്ച. എന്തുകൊണ്ട് നിലവിളിച്ചില്ല, ഓടിയില്ല, അയാളെ തള്ളി മാറ്റിയില്ല എന്നൊക്കെ ഒരു 6 വയസ്സുകാരിയോട് ചോദിക്കുമ്പോൾ നമ്മളും ചിന്തിക്കണം. ആ ഒരു നിമിഷം പേടിച്ചിട്ടോ വിശ്വസിക്കാനാവാഞ്ഞിട്ടോ അവർക്കും വാക്കുകൾ തൊണ്ടവിട്ട് പുറത്തു വരാൻ കഴിയാതെ വന്നേക്കാം. പേടിച്ച് വിയർത്ത് കുടിച്ച് ഒരടി മുന്നോട്ട് വയ്ക്കാനാവാതെ നിന്നെടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. തന്നേക്കാൾ 4 ഇരട്ടി ഭാരമുള്ള അയാളെ തള്ളിമാറ്റി ആ കൊച്ചു പെൺകുട്ടിയെ നമ്മൾ ഓടാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചാനലുകളിൽ ഗംഭീര ചർച്ചയാണ്. അവിടെ രാഷ്ട്രീയ പ്രതിനിധികൾ 2 പേരുണ്ട്. സുനിലിൻ്റെ ഫേസ്ബുക്കിലെ രാഷ്ട്രീയം തിരയുന്ന തിരക്കിലാണവർ. പിന്നെ ബാലാവകാശ കമ്മീഷനും പ്രദേശവാസിയായ ഒരു സ്ത്രീയും, പേര് ശാന്തമ്മ. അതെ, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ എൻ്റെ അമ്മ. അവർ കുളിച്ച് സുന്ദരിയായി കുറി വരച്ച് സംസാരിക്കുകയാണ്. അവതാരകൻ ഇന്നോളം നടന്ന പോക്സോ കേസുകൾ വിവരിക്കുന്നു. സുനിൽ കോൺഗ്രസ്സുകാരനെന്ന് CPM-കാരനില്ലെന്ന് കോൺഗ്രസും വാക്കുപോര് നടത്തുന്നു. ആ പോരിൻ്റെ ആവശ്യമെന്തെന്ന് ചർച്ചയുടെ ക്ലൈമാക്സിൽ അവതാരകൻ ഇടപെട്ട് ബാലാവകാശ കമ്മീഷന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. അവർ മക്കളോട് എന്നും ചിലവഴിക്കേണ്ട സമയത്തെക്കുറിച്ച്, അവർക്ക് നമ്മൾ നൽകേണ്ട പിന്തുണയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. ഞാൻ പാത്തുവിന് ഒരു കല്യാണ വീട്ടിലും അന്തി ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല. എൻ്റെ കൺവട്ടത്തിൽ നിന്ന് അവളെ എവിടെയും കളിക്കാൻ അയച്ചിട്ടില്ല. അവളുടെ സുരക്ഷയിൽ എനിക്ക് അത്ര കരുതലുണ്ടായിരുന്നു. കുറച്ച് പഴക്കമുള്ളൊരു കഥയുണ്ട് നിങ്ങളോട് പറയാൻ. പാത്തു കുഞ്ഞാണ്, അംഗനവാടിയിൽ പോകുന്ന പ്രായം. കണ്ണനെ കൂട്ടി ജയദേവൻ പുറത്തുപോയി. വീട്ടിലന്ന് കല്യാണക്കുട്ടിയമ്മ ഉണ്ടായിരുന്നില്ല. എന്നെ വിളിച്ച് ടൗണിലോട്ട് വരാൻ മുതലാളി ജയദേവൻ ഉത്തരവിട്ടു. പാത്തു അയൽവീട്ടിലിരുന്ന് അവിടുത്തെ കുട്ടിയുമായി മണ്ണുവാരി കളിക്കുകയായിരുന്നു. എത്ര വിളിച്ചിട്ടും പെണ്ണ് കൂടെ വരാൻ തയ്യാറാവുന്നില്ല. എനിക്കാണെങ്കിൽ പോവാതെ തീരെ നിവൃത്തിയില്ല. ആ വീട്ടിലെ മുത്തശ്ശൻ എന്നോട് പൊക്കോളും മോള് കളിച്ചോട്ടെ എന്ന് കുറേ വട്ടം പറഞ്ഞതാണ്. ഞാൻ ടൗണിലേക്ക് പോകുന്നത്. ഓരോ സ്റ്റോപ്പിൽ വണ്ടി നിർത്തുമ്പോഴോ ഓരോ കാഴ്ചകളാണ് എൻ്റെ മനസ്സിൽ. ആ വീട്ടിലെ ഓരോരുത്തരെയും എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നിട്ടും എനിക്കെന്തോ വല്ലാത്ത പേടി. അവിടെയുള്ള പെണ്ണുങ്ങൾ അവിടെ തന്നെ കാണില്ലേ? എവിടെയെങ്കിലും പോകുമോ? ഈ വയസ്സൻ എൻ്റെ മോളെ വല്ലതും ചെയ്യുമോ എന്നുള്ള പേടി എൻ്റെ മനസ്സിൽ കിടന്ന് പിടച്ചുകൊണ്ടിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ 2 ആളും ഇരുന്ന് മിച്ചർ തിന്നുകയാണ്. അവളെ കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ശ്വാസം വീണത്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. മേത്ത് സോപ്പ് ഉരയ്ക്കുമ്പോൾ എന്താ കളിച്ചേ, അപ്പൂപ്പൻ എന്തൊക്കെയാ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചു. ഒന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ മനസ്സ് എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞുനാൾ മുതൽ നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പലതരത്തിലും ഞാനിത് നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ടാവും എന്നെ മറികടന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത്. ഇതൊക്കെ ഇപ്പോൾ തന്നെ പറഞ്ഞത് പിന്നീടത് പറയാൻ മറന്നുപോയാലൊന്ന് കരുതിയാണ്. ചാനലിൽ ശാന്തമ്മയെ കണ്ട് പാത്തുവും കല്യാണിക്കുട്ടിയമ്മയും കണ്ണനും ടിവിക്ക് മുന്നിൽ നിന്നു. പ്രദേശവാസിയുടെ ഊഴമെത്തിയപ്പോൾ ശാന്തമ്മ പ്രസംഗിച്ചു തുടങ്ങി. എൻ്റെ പൊന്നു സാറന്മാരെ, സുനി പാവം മനുഷ്യനാണ്. ഒരു കെട്ടിട തൊഴിലാളിയാണ്. 3 പെൺകുട്ടികളെയും ഭാര്യയെയും കിടപ്പിലായ അമ്മയെയും പോറ്റാൻ നന്നായി അധ്വാനിക്കുന്നവനാണ്. സുനിയെക്കുറിച്ച് ആരും ഇന്നേ വരെ ഒരു മോശം അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഒറ്റ സ്ത്രീകളോടും അവൻ അപമര്യാദയായി പെരുമാറിയിട്ടില്ല. സ്വന്തം മകളായി മാത്രമേ സുനി ആ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളൂ. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും സുനിയോട് പകയാണ്. അവർ തമ്മിൽ തുടക്കം മുതലേ അതിർത്തി തർക്കമുണ്ട്. ഒരു കൊച്ചിനെ വച്ച് നാടകം കളിക്കുക. എൻ്റെ പൊന്നു സാറന്മാരെ, ഇത്തരം കേസുകളിൽ പെണ്ണുങ്ങളുടെ വാക്കുകൾ മാത്രം വിശ്വസിക്കുന്നത് തെറ്റാണ്. പീഡനം ആരോപിച്ചവരെ ആണുങ്ങളെ എളുപ്പത്തിൽ പൂട്ടും. ഇന്നാൾ ഒരു മകൾ അച്ഛനോടുള്ള ദേഷ്യത്തിന് അച്ഛൻ പീഡിപ്പിച്ചെന്ന് പരാതി കൊടുത്തില്ലയോ? അതുപോലെ സുനി നിരപരാധിയാ സാറന്മാരെ. ശാന്തമ്മ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചതും ന്യൂസ് അവർ തീർത്തു. അവതാരകൻ അടുത്ത 9 മണി വാർത്തയിലേക്ക് ക്ഷണിച്ചു. ആ ചേട്ടൻ്റെ കല്യാണത്തിന് വരില്ലെന്ന് കരഞ്ഞു പറഞ്ഞ ഞാൻ, അതിൻ്റെ കാരണം വ്യക്തമായി അമ്മയോട് പറഞ്ഞു കൊടുത്ത ഞാൻ എങ്ങനെയാണ് അമ്മയുടെ പ്രസംഗത്തിന് കൈയടിക്കേണ്ടത്? ഏതൊരമ്മയാണ് മകൾക്ക് നടന്ന ഇതുപോലൊരു അനീതിയെ മറന്നു പോകുന്നത്? ഒറ്റ സ്ത്രീകളോട് പോലും അപമര്യാദയായി പെരുമാറാത്ത ഒരു നല്ല നടപ്പുകാരൻ പിടിക്കപ്പെട്ടതിൽ എൻ്റെ ഉള്ളിലെ പാവാടക്കാരിയും പാൽക്കഞ്ഞി കുടിച്ച വയലറ്റ് കുപ്പായക്കാരിയും നിർത്താതെ കൈയടിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ശാന്തമ്മയോട് ഈ നിമിഷം തോന്നുന്ന വെറുപ്പ് ഇപ്പോൾ തീരെ എനിക്കില്ല. വെറുക്കാൻ പോലും ആരുമല്ലാതായി പോവുകയാണ് അവരെനിക്ക്. ഞാൻ ചേട്ടൻ്റെ കത്തുകളെടുത്തു. മണിമണി പോലെ എഴുതിയ കറുപ്പ് നിറത്തിലുള്ള അക്ഷരങ്ങൾ. പ്രിയപ്പെട്ട അച്ഛന്, മകൻ പ്രസാദ് എഴുതുന്ന കത്ത്. ഞാൻ ഇന്നു മുതൽ പുഴയിലെ മീൻ പിടിച്ച് പൈസ ഉണ്ടാക്കാൻ പോവാണ്. അമ്മയ്ക്ക് എത്ര പൈസ കിട്ടിയാലും വീട്ടിലെപ്പോഴും ചുട്ട പപ്പടവും റേഷനരി ചോറുമാണ്. നദിയുടെ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ വലിയ പിള്ളേരെ പോലുണ്ട്. ഇവളാണെങ്കിൽ ചെറിയ പിള്ളേരുടെ അത്രയേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. അപ്പച്ചി വല്ലതും വാങ്ങി തന്നാൽ തന്നെ ഞങ്ങളെ ഒട്ട് തിന്നാൻ അനുവദിക്കാറുമില്ല. ഇന്നാൾ പൊരിച്ച മീൻ എങ്ങനെയുണ്ടാവുമെന്ന് നദി ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതെയായി. അവൾക്ക് നല്ലതൊന്നും ഒരിക്കലും കിട്ടിയിട്ടില്ല. ഞാൻ മീൻ പിടിച്ച് പൈസ ഉണ്ടാക്കി അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കും. അച്ഛൻ വിഷമിക്കേണ്ട, കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം പ്രസാദ്. തുടരും.